ഹലോ മച്ചന്മാരെ, വെൽക്കം ബാക്ക് ടു മല്ലു എക്സ്പ്ലെയിനർ. റഷ്യയിലെ ഏറ്റവും കൂടുതൽ ടെക്നോളജി ഉപയോഗിച്ച് ഉണ്ടാക്കിയ ഒരു വലിയ മുങ്ങിക്കപ്പൽ. അതിനുള്ളിൽ ഇന്നേ വരെ ലോകത്തിൽ ആരും ഉണ്ടാക്കാത്ത ഒരു പുതിയ വെപ്പണം ഉണ്ടായിരുന്നു. എന്നാൽ ഒരു പ്രത്യേക ദൗത്യവുമായിട്ട് പോയ ആ ഒരു കപ്പല് കടലിനടിയിൽ ഏതോ ഒരു ഭാഗത്ത് മുങ്ങി പോവുകയാണ്. അങ്ങനെ കാണാതായ ആ വലിയ കപ്പലിനെ തേടിക്കൊണ്ട് മറ്റൊരു ചെറിയ മുങ്ങിക്കപ്പൽ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. എന്നാൽ കടലിനടിയിൽ ഒളിഞ്ഞിരിക്കുന്ന ആ വലിയ ആപത്ത് അതെന്താണെന്ന് അവർക്കറിയില്ലായിരുന്നു. രക്ഷിക്കാൻ വന്നവർക്ക് അവസാനം എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക? കടലിനടിയിൽ മറഞ്ഞിരിക്കുന്ന ആ വലിയ രഹസ്യം അല്ലെങ്കിൽ ആ വലിയ അപകടം അതെന്തായിരിക്കും? എല്ലാം നമുക്ക് കഥയിലേക്ക് പോയി തന്നെ മനസ്സിലാക്കാം. അപ്പൊ പോവുകയല്ലേ കഥയുടെ ഈ മായാ ലോകത്തിലേക്ക്. സോ അഗൈൻ വെൽക്കം ബാക്ക് ടു മല്ലു എക്സ്പ്ലെയിനർ. സിനിമയുടെ ആരംഭത്തിൽ തന്നെ കാണിക്കുന്നത് ഗ്രീൻലാൻഡ് ആണ്. തണുത്തുറഞ്ഞ മഞ്ഞ മൂടിയ ഒരു പ്രദേശം. അവിടെ ഒരുപാട് സയന്റിസ്റ്റുകളുടെ വലിയൊരു ക്യാമ്പ് തന്നെ കാണിക്കുന്നുണ്ട്. 100-ന് മുകളിൽ ഗവേഷകരൊക്കെ ഇവിടെ ഉണ്ടാവും. ഇപ്പോ ആ ഒരു ക്യാമ്പിൽ നിന്നും കുറച്ച് അകലെയായിട്ട് വേറെ 2 സയന്റിസ്റ്റുകൾ ചില പരീക്ഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ഈ ഐസ് ഉരുകുന്നുണ്ടല്ലോ, അതിന്റെ ആ ഒരു അളവ് കണ്ടുപിടിക്കാനായിട്ട് ഐസിൽ ദ്വാരം ഇട്ടുകൊണ്ട് ഒരു കുഞ്ഞു കുഞ്ഞു ബോംബുകൾ അത് പതിയെ താഴേക്ക് അങ്ങനെ ഇറക്കുകയാണ്. ഇത് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളുടെ പേര് ടാറ്റിയാന, അതുപോലെ തന്നെ മറ്റേ പേര് കെംഫോ എന്നാണ്. എന്നാൽ ഈ സമയത്താണ് അവരുടെ ക്യാമ്പിൽ നിന്ന് ഒരു കോള് വരുന്നത്. എത്രയും പെട്ടെന്ന് തന്നെ തിരിച്ചു വരണം, കാലാവസ്ഥ കുറച്ച് മോശമാണ്, നല്ല ശക്തിയായ തണുത്ത കാറ്റ് വീശാൻ വേണ്ടി പോവാണ്, അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് വരണം എന്ന് പറയണം. വേഗം തന്നെ ടാറ്റിയാനയും കെംഫോയും കൂടെ അവരുടെ ആ ഒരു പരീക്ഷണം അവസാന ഘട്ടത്തിൽ എത്തിയായിരുന്നു. അത് വേഗം ചെയ്തു തീർക്കാൻ നോക്കാണ്. ഇതേ നേരം ഇവര് താഴേക്കിട്ട ആ ഒരു കുഞ്ഞു ബോംബുകൾ ഉണ്ടല്ലോ, അതങ്ങനെ താഴ്ന്നു പോകുന്നത് നമ്മളെ കാണിക്കുന്നുണ്ട്. അതേ സമയത്ത് തന്നെ ആ വെള്ളത്തിന് അടിഭാഗത്തായിട്ട് ഒരു വലിയ മുങ്ങിക്കപ്പൽ കാണിക്കുന്നുണ്ട്. റഷ്യയിലെ തന്നെ ഇപ്പൊ നിലവിലുള്ളതിൽ വെച്ച് ഏറ്റവും മോസ്റ്റ് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു വലിയ മുങ്ങിക്കപ്പലാണത്. അധികം ആർക്കും അറിയാത്ത മോസ്റ്റ് പവർഫുൾ ആയിട്ടുള്ള ഒരു വെപ്പൺ കൂടെ ഈ ഒരു ഷിപ്പിന്റെ ഉള്ളിലുണ്ട്. മാത്രമല്ല ഈ ഒരു മുങ്ങിക്കപ്പലിന്റെ ചുറ്റും എന്താ സംഭവിക്കുന്നതെന്ന് സദാസമയം നിരീക്ഷിച്ചുകൊണ്ട് അതിന്റെ ഉള്ളിലെ ആൾക്കാരും ഉണ്ട്. ഇപ്പൊ ഈ ഒരു കപ്പലിലെ ക്യാപ്റ്റനെ കാണിക്കുകയാണ്. ഇയാളുടെ പേര് അലക്സാണ്ടർ വെറോണിൻ എന്നാണ്. ബാക്കിയുള്ള എല്ലാവരോടും നല്ല ഫ്രണ്ട്ലി ആയിട്ട് നിൽക്കുന്ന ഒരു അടിപൊളി ലീഡർ തന്നെയാണ് ഈ ക്യാപ്റ്റനായിട്ടുള്ള അലക്സാണ്ടർ. കഴിഞ്ഞ 83 ദിവസമായിട്ട് ഇവരുടെ ടീം വെള്ളത്തിനടിയിൽ തന്നെയാണ്. പുറം ലോകം ഇവർ കണ്ടിട്ടില്ല. അതുപോലെ ഇവരുടെ ഒരു മുങ്ങിക്കപ്പലുണ്ടല്ലോ, ഇതിന്റെ ചുറ്റുമായിട്ട് വന്നു നിൽക്കുന്ന ആ ഒരു കുഞ്ഞു ബോംബിനെ കുറിച്ച് അവിടുത്തെ ജോലിക്കാര് അലക്സാണ്ടറിനോട് പറയുന്നുണ്ട്. അതായത് അതെല്ലാം താഴേക്ക് ഇട്ടത് സയന്റിസ്റ്റുകളാണ്, എന്നാൽ അത് പൊട്ടിയാൽ ഈ കപ്പലിന് ഒന്നും പറ്റാൻ പോകുന്നില്ല. എന്നാൽ ആ ഒരു ബോംബിന്റെ ചെറിയ ഒരു പ്രകമ്പനം അത് പേടിച്ചുകൊണ്ട് തന്നെ ഒരു മീനും ഈ ഒരു ഭാഗത്തേക്ക് വരുന്നില്ല. അതെല്ലാം കേട്ടുകൊണ്ട് തന്നെ അലക്സാണ്ടർ അവിടെ നിൽക്കുന്നുണ്ട്. എന്നാൽ പെട്ടെന്നാണ് കുറച്ചധികം അളവിലുള്ള ഒരു വൈബ്രേഷൻ ഇവർക്ക് ഫീൽ ആവുന്നത്. സാധാരണയായിട്ട് അങ്ങനെയൊന്നും ഉണ്ടാവാത്തതാണ് ഈ ഒരു ഏരിയയിൽ. ഇതേ വൈബ്രേഷൻ അല്ലെങ്കിൽ ആ ഒരു കുലുക്കം മുകളിൽ നിൽക്കുന്ന സയന്റിസ്റ്റുകളായിട്ടുള്ള ടാറ്റിയാനിക്കും കെംഫോയ്ക്കും ഫീൽ ചെയ്യുകയാണ്. അവർ ആ ഒരു ബോംബ് താഴേക്ക് ഇടാനായിട്ട് ഐസിൽ ചെറിയൊരു ഹോൾ ഇട്ടായിരുന്നല്ലോ, അതിലൂടെ വെള്ളം മുകളിലേക്ക് നല്ല ശക്തിയായിട്ട് വരികയാണ്. മാത്രമല്ല നല്ല ഇളക്കവും അവർക്ക് അവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. അതായത് അവർ നിൽക്കുന്നതിന്റെ അടിഭാഗം കടലാണ്. ഇതേ സമയത്ത് തന്നെ ആ മുങ്ങിക്കപ്പലിൽ നിൽക്കുന്ന ടെക്നീഷ്യനും മനസ്സിലാവുന്നില്ല എന്താണ് ചുറ്റും സംഭവിക്കുന്നതെന്ന്. വല്ലാത്തൊരു പ്രകമ്പനം ഇപ്പൊ മുകളിൽ നിൽക്കുന്ന ടാറ്റിയാനിയും അതുപോലെ കെംഫോയും കാണിക്കുകയാണ്. അവർ നോക്കി നിൽക്കെ നല്ല കട്ടിയുള്ള ഈ ഐസ് പാളികൾ ഉണ്ടല്ലോ, ഇത് അടിയിൽ നിന്നും എന്തോ ഒന്ന് കുത്തിപ്പൊളിച്ചു വരികയാണ്. അതങ്ങനെ മുന്നോട്ടേക്ക് പോകുന്നുണ്ട്. ഇത് കണ്ട് ഇവർ എത്രയും പെട്ടെന്ന് തന്നെ ഇവിടുന്ന് ക്യാമ്പിലേക്ക് പോവാണ്. പക്ഷേ പോകുന്ന വഴിയിൽ അവരുടെ ആ ഒരു ഐസ് സ്കേറ്റിംഗ് വണ്ടി ഉണ്ടല്ലോ, അത് സ്കിഡായിട്ട് ഒരു ഭാഗത്തേക്ക് തെറിച്ചു വീഴുന്നുണ്ട്. അവർക്ക് ഇപ്പൊ ആക്സിഡന്റ് സംഭവിക്കുകയാണ്. ഇതിന് കാരണവും ആ വെള്ളത്തിനടിയിലൂടെ മൂവ് ആയിക്കൊണ്ടിരിക്കുന്ന എന്തോ ഒരു വലിയ വസ്തു തന്നെയാണ്. അത് അതിലൂടെ പോയത് കൊണ്ട് തന്നെ അവിടെ ആകെ വല്ലാത്തൊരു, ഞാൻ പറഞ്ഞല്ലോ, ഒരു പ്രകമ്പനം ഉണ്ടായിരുന്നു. അത് പിന്നീട് ഒരു ഭൂമികുലുക്കായിട്ട് മാറുകയാണ്. അതായത് ഇവരുടെ ക്യാമ്പ് നിൽക്കുന്ന ആ ഒരു ഭാഗത്തേക്ക് വരെ ആ ഒരു ഇളക്കം സംഭവിക്കുന്നുണ്ട്. അവിടെ ഉണ്ടായിരുന്ന വലിയ ഐസ് പാളികളൊക്കെ പിന്നീട് തകർന്നു പോവാണ്. അതായത് ഇവരുടെ ക്യാമ്പ് അതിനുള്ളിലേക്ക് വീണ് പൂർണ്ണമായിട്ടും നശിച്ചു പോവാണ്. ആ ക്യാമ്പിൽ ടൈറ്റാനി അതുപോലെ തന്നെ കെംഫോ ഉണ്ടായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും അവരും മരിച്ചു പോയനെ. പക്ഷേ അവർ അപകടത്തിൽപ്പെട്ട് ഇവിടെ വീണ് കിടക്കുന്നതുകൊണ്ട് തൽക്കാലത്തേക്ക് അവർ രക്ഷപ്പെട്ടു എന്ന് പറയാലോ. അതുപോലെ തന്നെ ഈ ഐസ് പാളികൾ ഇതിനടിയിലായിട്ടുള്ള ആ ഒരു വലിയ മുങ്ങിക്കപ്പല് അതിനെ നോക്കുകയാണെങ്കിൽ എന്താണെന്ന് അറിയില്ല, വലിയ എന്തോ ഒരു സാധനം വന്നിട്ട് ഇതിലങ്ങനെ അടിക്കുകയാണ്. ആ അടിയിൽ ഷിപ്പിന്റെ കൺട്രോൾ പോകുന്നുണ്ട്. കൺട്രോൾ വിട്ട് ഇത് താഴേക്ക് പോകുന്ന സമയത്ത് ഈ കപ്പലിലെ ക്യാപ്റ്റനായിട്ടുള്ള അലക്സാണ്ടർ വെറോണിൻ ആൾക്ക് മനസ്സിലായി സംഗതി പാളി എന്നുള്ളത്. പിന്നീട് എങ്ങനെയൊക്കെയോ അങ്ങോട്ടും ഇങ്ങോട്ടും വീഴുന്നതിന്റെ ഇടയിൽ കഷ്ടപ്പെട്ട് ഒരു സ്വിച്ച് അമർത്തുന്നുണ്ട് കേട്ടോ. അതോടൊപ്പം തന്നെ ഈ ഒരു ഷിപ്പ് പതിയെ താഴേക്ക് അങ്ങനെ മുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ അതേ നേരം തന്നെ ഇതിനുള്ളിൽ നിന്നും ചെറിയൊരു വസ്തു നേരെ മുകളിലേക്ക് പൊന്തി പോവാണ്. മുകളിൽ എത്തിയതിനു ശേഷം അതിൽ നിന്നും ഒരു സിഗ്നൽ അങ്ങനെ ബീപ് 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 എന്നിട്ട് പോകുന്നുണ്ട്. അധികം വൈകാതെ തന്നെ ഇങ്ങനെ ഒരു കപ്പൽ മുങ്ങിപ്പോയ വിവരം നേവി ഹെഡ്ക്വാർട്ടേഴ്സിൽ അറിയാണ്. ഇപ്പൊ അതിന്റെ ടോപ്പിലിരിക്കുന്ന 2 ആൾക്കാർ, 2 അഡ്മിറൽസ് ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യാണ്. അതായത് ഒരു കാരണവശാലും ആ കപ്പൽ തകർന്നു പോയാലും അതിനുള്ളിലെ മോസ്റ്റ് മോഡേൺ ആയിട്ടുള്ള ആ ഒരു വെപ്പൺ അത് ആർക്കും കിട്ടാൻ പാടില്ല. മാത്രമല്ല പെട്ടെടുക്കുന്ന ആ ഒരു പട്ടാളക്കാരെ രക്ഷപ്പെടുത്താൻ പറ്റിയാൽ അതൊരു നല്ല കാര്യമായിരിക്കില്ലേ. അതിനുവേണ്ടി ഒരു ടീമിന് എത്രയും പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറയണം. ആ സമയത്ത് ആ ഒരു മറ്റേ പട്ടാളക്കാരൻ പറയാണ്, അതായത് ആ തകർന്നു പോയ കപ്പലുണ്ടല്ലോ അതിലെ ക്യാപ്റ്റനായിട്ടുള്ള അലക്സാണ്ടർ വെറോണിൻ, അദ്ദേഹത്തിനൊരു ബ്രദർ ഉണ്ട് വിക്ടർ വെറോണിൻ. ആള് നല്ല മിടുക്കനാണ്. അവനെ ടീം ലീഡർ ആക്കിയിട്ട് നമുക്കൊരു ടീമിനെ അങ്ങോട്ടേക്ക് അയച്ചാലോ. എന്നാൽ മറ്റേ പട്ടാളക്കാരൻ പറയാണ്, അല്ല ആളൊരു ചെറുപ്പക്കാരനല്ലേ, ചിലപ്പോ ഇമോഷനൊക്കെ വന്ന് അവന്റെ ഡിസിഷനിൽ എന്തെങ്കിലുമൊക്കെ ഒരു തെറ്റ് പറ്റിയാലോ, അതുകൊണ്ട് തന്നെ നമുക്ക് അവന്റെ കൂടെ മറ്റൊരാളെ കൂടെ അയക്കണം.
എക്സ്പീരിയൻസ് ആയിട്ടുള്ള മറ്റൊരു ക്യാപ്റ്റനെ, അയാളുടെ പേരാണ് അഡ്മിറൽ ബെൽസാവോ. ഇതിനുശേഷം കാണിക്കുന്നത് അലക്സാണ്ടറിന്റെ അനിയനായിട്ടുള്ള വിക്ടർ വെറോനെയാണ്. അവൻ രാവിലെ ജോഗിങ്ങിന് പോകുന്ന സമയത്ത് ഒരു കോള് വരികയാണ്. വിളിച്ചത് ആർമി ഹെഡ്ക്വാർട്ടേഴ്സിൽ നിന്നാണ്. എത്രയും പെട്ടെന്ന് തന്നെ ഇതുപോലൊരു ടീം ഉണ്ടാക്കി പോകണം എന്നുള്ള വിവരം അവനോട് പറയുന്നുണ്ട്. വേഗം തന്നെ അങ്ങോട്ടേക്ക് എത്താന്ന് വിക്ടറും പറയാണ്. ഈ കാര്യം വിക്ടർ അതുപോലെ വീട്ടിൽ പോയിട്ട് പറയണം കേട്ടോ. വീട്ടില് അലക്സാണ്ടറിന്റെ ഭാര്യയും മക്കളൊക്കെ ഉണ്ട്, അതുപോലെ അവരുടെ അമ്മയുണ്ട് കേട്ടോ. തന്റെ മകൻ വലിയൊരു മിഷന് പോവാന്ന് മനസ്സിലായ സമയത്ത് അവന്റെ അമ്മ വന്നിട്ട് ഒരു വാച്ച് അവന് കൊടുക്കണം. നിന്റെ ചേട്ടനോട് എത്ര പറഞ്ഞാലും ഈ വാച്ച് കൊണ്ടുപോകണമെന്ന് പറഞ്ഞാൽ അവൻ കൊണ്ടുപോകില്ല. ഇത് നിങ്ങളുടെ അച്ഛന്റെ വാച്ചാണ്. കടലിൽ പോകുന്ന സമയത്ത് ഈ വാച്ച് കയ്യിൽ കിട്ടുകയാണെങ്കിൽ എനിക്കൊരു വിശ്വാസമാണ് നിങ്ങൾക്കൊന്നും പറ്റില്ല എന്ന്. അതുകൊണ്ട് നീ ഇത് കയ്യിൽ വെക്കുന്ന പറയണം. അങ്ങനെ അമ്മ കൊടുത്ത ആ ഒരു വാച്ചുമായിട്ട് നേരെ അവൻ വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ്. ആ അമ്മയുടെ 2 മക്കള്, അതായത് വിക്ടർ, അലക്സാണ്ടർ, 2 പേർക്കും ഇതുപോലെ നേവിയിൽ ജോലി ആയതുകൊണ്ട് തന്നെ ഒരാൾ ലീവിലായിരിക്കുന്ന സമയത്ത് മറ്റേ ആൾക്ക് ജോലി ഉണ്ടാവും. ഇനിയിപ്പോ മറ്റേ ആൾ ലീവ് കഴിഞ്ഞ് വരുമ്പോൾ ഇയാൾ ജോലിയിലേക്ക് കയറേണ്ടി വരും. സോ ഈ 2 സഹോദരങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും അധികം കാണാറില്ല. അങ്ങനെ ഇവരുടെ ആ ഒരു ദൗത്യത്തിന്റെ ഭാഗമായിട്ട് പുറപ്പെടാൻ നിൽക്കുന്ന ഒരു ഷിപ്പിന്റെ അടുത്തേക്ക് നമ്മുടെ വിക്ടർ എത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ അതിന്റെ സെക്കൻഡ് ക്യാപ്റ്റൻ ആയിട്ടുള്ള അഡ്മിറൽ ബെൽസാവോ കുറച്ച് പ്രായമായിട്ടുള്ള ആളാണ്. അയാൾ അങ്ങോട്ടേക്ക് വന്നിട്ട് പറയാണ്, വിക്ടറെ, നീയാണ് ഇപ്പൊ ഫസ്റ്റ് ക്യാപ്റ്റൻ. പക്ഷെ ഈ ഒരു ദൗത്യത്തിൽ എപ്പോഴെങ്കിലും നിന്റെ തീരുമാനം തെറ്റായി എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ അപ്പൊ തന്നെ ഞാൻ ഫസ്റ്റ് ക്യാപ്റ്റനായിട്ട് മാറും. ഇതെനിക്ക് കിട്ടിയ ഓർഡറാണ്. ഓക്കെ എന്ന് വിക്ടറും പറയുന്നുണ്ട്. അങ്ങനെ ആ ഒരു കടൽ തീരത്ത് നിന്നും ഇവർ പുറപ്പെടാൻ നിൽക്കുകയാണ്. അതുപോലെ തന്നെ ഇവർ പോകുന്ന ആ ഒരു ഷിപ്പ് കാണിക്കുന്നുണ്ട്. അതിന്റെ മുകൾ ഭാഗത്തായിട്ട് വേറൊരു ചെറിയൊരു ഷിപ്പ് കൂടെ ഉണ്ട്. അതായത് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വേണമെങ്കിൽ ആ ചെറിയ ഷിപ്പ് എടുത്തുകൊണ്ട് ഇവർക്ക് പോകാം. എന്തായാലും ക്യാപ്റ്റൻ വിക്ടർ ഇപ്പൊ അതിനുള്ളിലേക്ക് കയറുകയാണ് കേട്ടോ. അതുപോലെ തന്നെ അവന്റെ ടീമിനെ പരിചയപ്പെടുന്നുണ്ട്. ഇതേ നേരം തന്നെ ഗ്രീൻലാൻഡ് ആ സ്ഥലത്ത് പെട്ടുകിടക്കുന്ന കെംഫോ അതുപോലെ തന്നെ ടാറ്റിയാന 2 പേരെയും കാണിക്കുകയാണ്. ഇവരുടെ ആ ഒരു ക്യാമ്പ് തകർന്നു പോയി. ആ തണുപ്പിൽ ഇവരാകെ പെട്ടുകിടക്കുകയാണ്. സഹായത്തിനായിട്ട് പല ആൾക്കാരെയും കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ കോള് കണക്ട് ആവുന്നില്ല. അതുപോലെ ഇവിടെ നിന്നും കുറച്ചകലെയായിട്ട് കടലിന്റെ ഉൾഭാഗത്തായിട്ട് ഒരു ഓയിൽ റിഫൈനറി ഉണ്ട്. അതായത് കടലിൽ നിന്നും എണ്ണ കുഴിച്ചെടുക്കുന്ന ആ ഒരു സംഭവം. അവിടേക്കും കോൺടാക്ട് ചെയ്യാനായിട്ട് ടാക്ട് ചെയ്യാൻ നോക്കുന്നുണ്ടെങ്കിലും അങ്ങോട്ടേക്കും കോള് പോകുന്നില്ല. അതുപോലെ ഇവർക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെട്ട് മുന്നോട്ടേക്ക് പോകാൻ പറ്റുന്നില്ല. ആ ഭാഗമൊക്കെ ആകെ ഇടിഞ്ഞു പൊളിഞ്ഞ് വലിയ വലിയ കുഴി പോലെ ആയിട്ടുണ്ട്. ഇതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ വിക്ടർ വന്നുകൊണ്ടിരിക്കുന്ന ഒരു കപ്പലാണ്. അതിപ്പോഴും വെള്ളത്തിന്റെ മുകളിൽ തന്നെയാണുള്ളത്. വെള്ളത്തിനടിയിലേക്ക് പോയിട്ടില്ല. കപ്പലിന്റെ മുകളിൽ നിന്നുകൊണ്ട് വിക്ടർ ചുറ്റും ഒന്ന് നോക്കുകയാണ് കേട്ടോ. അതായത് കുറച്ച് ദിവസത്തേക്ക് ഇനി വെള്ളത്തിനടിയിലായിരിക്കും, മുകളിലേക്ക് വരാനുള്ള സാധ്യത കുറവാണ്. പിന്നീട് കപ്പലിന്റെ ഉള്ളിലേക്ക് ചെന്നിട്ട് വിക്ടർ ഓർഡർ കൊടുക്കുകയാണ്. അതായത് എല്ലാം ക്ലോസ് ചെയ്തോളൂ. അതുപോലെ തന്നെ വെള്ളത്തിനടിയിലേക്ക് കപ്പലിനെ താത്താൻ വേണ്ടി പറയണം. പിന്നീട് ടെക്നിക്കലി പല കാര്യങ്ങളും അവിടെ ചെക്ക് ചെയ്യാണ്ട് അതെല്ലാം ശരിയായിട്ടാണോ നടക്കുന്നതെന്ന് വിക്ടർ ചെക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അടുക്കളയിലും പോയി നോക്കുകയാണ്. ഇവിടെ ജോലി ചെയ്യുന്ന ആൾക്കാർക്കുള്ള ഫുഡും കാര്യങ്ങളൊക്കെ അതും പ്രോപ്പർ ആയിട്ടല്ലേ അവിടെ നടക്കുന്നതെന്നുള്ളത്. അങ്ങനെ എല്ലാ കാര്യങ്ങളും വിക്ടർ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിനുശേഷം വീണ്ടും ടാറ്റിയാനയും കെംഫോയും കാണിക്കുകയാണ്. അതായത് ആ ഒരു ഐസ് പാളികൾക്കിടയിലായിട്ട് അവർ പെട്ടുകിടക്കുകയാണല്ലോ. ആ നേരത്താണ് ഇവരൊരു കാര്യം കാണുന്നത്. തുടർച്ചയായിട്ട് ബീപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ചെറിയ മെഷീൻ. അതായത് സിനിമയുടെ ആരംഭത്തിൽ ഒരു കപ്പൽ അപകടത്തിൽപ്പെട്ടില്ലേ, ആ കപ്പലിൽ നിന്നും പുറത്തേക്ക് വന്ന ആ ഒരു ചെറിയ മെഷീനാണിത്. അതായത് ഈ ചെറിയ മെഷീനുള്ള ആ ഒരു ഭാഗം ലൊക്കേറ്റ് ചെയ്തുകൊണ്ടാണ്, അല്ലെങ്കിൽ ആ ഒരു സിഗ്നൽ പിടിച്ചുകൊണ്ടാണ് വിക്ടറിന്റെ ആ ഒരു മുങ്ങിക്കപ്പൽ ഇങ്ങോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനുശേഷം വീണ്ടും വിക്ടറിന്റെ ആ ഒരു ഷിപ്പിന്റെ ഉൾഭാഗത്ത് കാണിക്കുകയാണ്. ടെക്നീഷ്യന്മാർ കണ്ടിന്യൂസ് ആയിട്ട് തന്നെ ഈ ഷിപ്പിന്റെ ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ നിരീക്ഷിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അതുപോലെ തന്നെ ഷിപ്പിന്റെ വേഗത നന്നായിട്ട് കൂട്ടിയിരിക്കുകയാണ്. ഏകദേശം ഗ്രീൻലാൻഡിന്റെ ആ ഒരു ഭാഗത്തേക്ക് എത്താനായിട്ടുണ്ട്. ആ നേരത്ത് ഒരുപാടധികം തിമ്മീങ്കലങ്ങൾ ഇവരുടെ ആ ഒരു ഷിപ്പിൽ വന്നിട്ട് തട്ടുന്നുണ്ട്. ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നടന്നുകൊണ്ടിരുന്നാൽ ഷിപ്പിന് അത് ഡാമേജ് ഉണ്ടാക്കും. അതുകൊണ്ട് തന്നെ ക്യാപ്റ്റനായിട്ടുള്ള വിക്ടർ പറയണം, ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ഓഫ് ചെയ്തുകൊണ്ട് ഈ ഷിപ്പ് അനക്കാതെ അവിടെ വെക്കുക. അതുപോലെ തന്നെ സോണാർ വേവുകൾ പതിയെ വളരെ ലൈറ്റ് ആയിട്ട് തന്നെ പുറപ്പെടുവിക്കുക. അതുപോലെ തന്നെ ആ ഒരു ടെക്നീഷ്യന്മാർ ആ ഒരു സോണാർ സൗണ്ട് പതിയെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. ആ ശബ്ദത്തിന്റെ ആ ഒരു വേവ് വരുന്ന സമയത്ത് ഈ ഒരു ഷിപ്പ് വിട്ട് മീനുകളെല്ലാം, അതായത് തിമ്മിങ്കലങ്ങളെല്ലാം അവിടുന്ന് അകറ്റി മാറിപ്പോവാണ്. അത് പോയി എന്ന് കരുതി ഇവർ നിൽക്കുമ്പോഴാണ് പോയ തിമ്മിങ്കലങ്ങൾ അതുപോലെ തന്നെ തിരിച്ചു വരുന്നു. സാധാരണ അങ്ങനെ സംഭവിക്കാറില്ല. അപ്പൊ തന്നെ സ്ട്രേഞ്ച് ആയിട്ട് എന്തോ അവർക്ക് ഫീൽ ആവുന്നുണ്ട്. മാത്രമല്ല ടെക്നീഷ്യന്മാര് വിക്ടറിനോട് പറയുന്നത്, സാറേ, നമ്മുടെ പരിശോധനയിൽ കുറച്ചധികം വലുപ്പമുള്ള എന്തോ ഒന്ന് നമ്മുടെ കപ്പലിന്റെ അടിയിലൂടെ നീങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള ആ ഒരു കാര്യം ടെക്നീഷ്യന്മാർ പറയാണ്. പക്ഷെ അതെന്താണെന്ന് ഇവർക്ക് മനസ്സിലാവുന്നില്ല. എന്നാൽ കപ്പലിന്റെ പുറംഭാഗം, അതായത് കടലിന്റെ ആ ഒരു ഭാഗം കാണിക്കുമ്പോൾ ഈ വലിയ വലിയ തിമ്മീങ്കരങ്ങൾ അതിലൂടെ പോകുന്നുണ്ടല്ലോ, അതിലൊന്നിനെ എന്തോ ഒന്ന് വന്ന് ഒരു വലിയ വാല് വന്ന് അടിക്കുകയാണ്. ആ അടിയിൽ ആ തിമ്മീങ്കലം ചത്തുപോവാണ്. ഭീകരമായ എന്തോ ഒന്ന് ഇവിടെ വന്നു എന്ന് ഇവർക്ക് എല്ലാവർക്കും മനസ്സിലായി. അതുകൊണ്ട് തന്നെ സെക്കൻഡ് ക്യാപ്റ്റൻ ആയിട്ടുള്ള അഡ്മിറൽ ബെൽസാവോ പറയാണ്, നമ്മുടെ കയ്യിൽ ബോംബുകൾ ഉണ്ടല്ലോ, അത് അതിന് നേരെ അയക്കാൻ പറയാണ്. എന്നാൽ ക്യാപ്റ്റൻ വിക്ടർ പറയാണ്, ബെൽസാവോ ഇപ്പൊ തന്നെ അത് ചെയ്യാൻ പറ്റില്ല. കാരണം എന്താണ് നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്നതെന്ന് നമുക്കറിയില്ല. ഇപ്പൊ നമ്മൾ ചെയ്യേണ്ടത് കുറച്ച് സേഫ് ആയിട്ടുള്ള ഒരു സ്ഥലത്തേക്ക് നമ്മൾ പോവുകയാണ്. ആ നേരത്താണ് വിക്ടർ ഒരു കാര്യം കാണുന്നത്. ഒരുപാട് ഐസ് പാളികൾ. ഈ ഐസ് പാളികളുടെ ഒരു ചെറിയ ഭാഗം മാത്രമേ മുകളിലേക്ക് പൊന്തി നിൽക്കുള്ളൂ. അതിന്റെ ഭൂരിഭാഗവും താഴെ കടലിൽ മുങ്ങിക്കിടക്കും. അതുപോലെയുള്ള ഒരുപാട് ഐസ് പാളികൾ. അതിന്റെ ഇടയിൽ ഒരു ഗ്യാപ്പ് ഉണ്ട്. അതിനിടയിലൂടെ നമുക്ക് തൽക്കാലം പോവാന്ന് പറയണം. എന്നാൽ ഇത് ആത്മഹത്യ ചെയ്യുന്നതിന് തുല്യമാണ്, മണ്ടത്തരാണെന്ന് അഡ്മിറൽ ബെൽസാവോ പറയാണ്. എന്നാൽ അതൊന്നും കേൾക്കാതെ വിക്ടർ അവന്റെ തീരുമാനവുമായിട്ട് മുന്നോട്ടേക്ക് പോവാണ്. അതായത് ഷിപ്പ് ഈ ഐസുകൾക്കിടയിലൂടെ കൊണ്ടുപോകാൻ പറയാണ്. അങ്ങനെ അതിനിടയിലൂടെ കൊണ്ടുപോകുന്ന സമയത്ത് എല്ലാവർക്കും നല്ല പേടിയാവുന്നുണ്ട്. കാരണം ഈ ഐസ് കട്ട എങ്ങാനും അടുത്ത് വന്നിട്ടുണ്ടെങ്കിൽ ഇവരുടെ ആ ഒരു ഷിപ്പ് തകർന്നു പോകും. പെട്ടെന്നാണ് ഭീകരമായിട്ടുള്ള ഒരു ശബ്ദം കേൾക്കുന്നത്. അതിന്റെ ആ ഒരു ശബ്ദം കൊണ്ട് ഇതിന്റെ ഉള്ളിലിരിക്കുന്ന എല്ലാവരുടെയും ചെവി വരെ അടിച്ചു പോകുന്ന അവസ്ഥ
അവസ്ഥയിലെത്തുകയാണ്. അത് മാത്രമല്ല അതിനുശേഷം ഈ ഐസ് വാളികൾ ഇവർ പേടിച്ചതുപോലെ തന്നെ പതിയെ പതിയെ അടുത്തോണ്ടിരിക്കുകയാണ്. എല്ലാവരും ഭയന്നുപോയി. എന്നാൽ ഒരു ഭാഗം കാണിച്ചുകൊണ്ട് വിക്ടർ അങ്ങോട്ടേക്ക് തന്നെ പോകാൻ വേണ്ടി പറയാണ് കേട്ടോ. ഏകദേശം ഒരു ഭാഗത്തേക്ക് എത്തിയപ്പോൾ പെട്ടെന്ന് തന്നെ ബ്രേക്ക് അപ്ലൈ ചെയ്യാൻ പറയാണ്, അതായത് ഷിപ്പിനെ നിർത്താൻ പറയാണ്. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന അഡ്മിറൽ ബെൽസാവ് പറയാണ് തീർന്ന് ചത്ത്. എല്ലാവരും ഭയന്നിരിക്കുന്ന സമയത്ത് ഷിപ്പ് വളരെ സേഫ് ആയിട്ട് എവിടെയാണോ വിചാരിച്ചത് അവിടെ തന്നെ പോയി നിൽക്കുകയാണ്. അതായത് വിക്ടറിന്റെ കാൽക്കുലേഷൻസ് ഒക്കെ വളരെ കറക്റ്റ് ആയിരുന്നു. അതുപോലെ ഇവരെ ഫോളോ ചെയ്യുന്ന എന്തോ ഒന്ന് ഉണ്ട് എന്ന് ഇവർക്ക് മനസ്സിലായല്ലോ. അതിന്റെ കയ്യിൽ നിന്നും ഇവർക്ക് ഇപ്പൊ രക്ഷപ്പെടാനും കഴിഞ്ഞു. നിലവിൽ ഇപ്പൊ ഇവര് സേഫ് ആയിട്ടുള്ള ഒരു സ്ഥലത്താണ്. പിന്നീട് അതിനുശേഷം ആ ഐസ് ബാളികൾക്കിടയിൽ നിന്നും നേരെ വെള്ളത്തിന്റെ താഴേക്ക് ഇവരുടെ ഷിപ്പ് കൊണ്ടുവരികയാണ്. ഇവർക്ക് മറ്റൊരു ഭാഗത്തേക്ക് പോകണം. അതായത് ഈ വിക്ടറിന്റെ ചേട്ടനായിട്ടുള്ള അലക്സാണ്ടറിന്റെ ആ ഒരു ഷിപ്പിൽ നിന്ന് മുകളിലേക്ക് വന്ന ഒരു ഡിവൈസ് ഉണ്ടല്ലോ, അതിൽ നിന്ന് വരുന്ന ഒരു സിഗ്നൽ, ആ സിഗ്നൽ വരുന്ന സ്ഥലത്തേക്കാണ് ഇവർ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതേ നേരം തന്നെ ആ സിഗ്നൽ വന്നുകൊണ്ടിരിക്കുന്ന ആ ഒരു മിഷന്റെ അരികിലാണല്ലോ ഇപ്പൊ കെംഫോയും ടാറ്റിയാനയും ഉള്ളത്. ആരെങ്കിലും രക്ഷിക്കാൻ വരുമെന്ന് കരുതിയിട്ട് അവർ അവിടെ തന്നെ ഇരിക്കുകയാണ് കേട്ടോ. എന്തായാലും അവർ പ്രതീക്ഷിച്ചതുപോലെ തന്നെ അങ്ങോട്ടേക്ക് വിക്ടറിന്റെ ആ ഒരു മുങ്ങിക്കപ്പലെത്തുകയാണ്. കടലിനടിയിൽ വെച്ച് തന്നെ മുകളിലെ കാര്യങ്ങൾ അവർ നിരീക്ഷിക്കുന്ന സമയത്ത് അവിടെ രണ്ടാൾക്കാർ ഇവർ കാണുന്നുണ്ട്, അതായത് ടാറ്റിയാനയും കെംഫോയും. പിന്നീട് ഷിപ്പ് മുകളിലേക്ക് കൊണ്ടുവന്ന് അതിൽ നിന്നും പട്ടാൾക്കാർ പുറത്തേക്ക് ഇറങ്ങി വന്ന് ഈ കെംഫോയുടെ കയ്യിലും അതുപോലെ തന്നെ ടാറ്റിയാനയുടെ കയ്യിലും ആയുധങ്ങൾ ഉണ്ടോ എന്ന് പരിശോധിക്കുകയാണ്. അവരുടെ കയ്യിൽ ആയുധങ്ങളൊന്നുമില്ല. എന്നാൽ അവരെ ഒരു കാരണവശാല് കപ്പലിന്റെ ഉള്ളിലേക്ക് കയറ്റാൻ പാടില്ല എന്ന് അഡ്മിറൽ ബെൽസാവ് പറയുന്നുണ്ട്. എന്നാൽ നമുക്കത് നോക്കാമെന്ന് വിക്ടർ പറയണം. ഇതിനുശേഷം ആ ഒരു സിഗ്നൽ വരുന്ന ഒരു ഡിവൈസ് ഉണ്ടല്ലോ, അതിനടുത്തേക്ക് വിക്ടർ പോയി നോക്കുകയാണ്. ഈ ഡിവൈസ് ഇവിടെ ഉണ്ടെങ്കിൽ ഇതിന്റെ ചുറ്റുഭാഗത്ത് എവിടെയാണ് ചേട്ടന്റെ ആ ഒരു മുങ്ങിക്കപ്പലുള്ളത്. പക്ഷേ മുകൾ ഭാഗത്ത് എവിടെയും അതങ്ങനെ പൊന്തിക്കിടക്കുന്നത് കാണുന്നില്ല. അതിനർത്ഥം അത് തകർന്ന് താഴേക്ക് വീണിട്ടുണ്ട് എന്നാണ്. എത്രയും പെട്ടെന്ന് തന്നെ ഇതിന്റെ തൊട്ടു ഭാഗത്തുള്ള കടലിന്റെ ഭാഗത്ത് പോയിട്ട് പരിശോധന നടത്തണം. അങ്ങനെ ഇവർ കപ്പലിലേക്ക് തന്നെ തിരിച്ചു കയറുകയാണ്. കൂടെ തന്നെ ടാറ്റിയാന, കെംഫോ രണ്ടുപേരെ കൂടെ കയറ്റാൻ പറയുന്നുണ്ട്. എന്നാൽ അഡ്മിറൽ ബെൽസാവ് പറയണ ഇവര് കാരണം എന്തെങ്കിലും ബുദ്ധിമുട്ട് തന്നാൽ ഞാൻ ഒരിക്കലും അതിന് ഉത്തരവാദിയായിരിക്കില്ല. എന്തായാലും അവരെയും കയറ്റിക്കൊണ്ട് പതിയെ പതിയെ കപ്പൽ വെള്ളത്തിനടിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല ഇപ്പൊ കെംഫോ, ടാറ്റിയാന രണ്ടുപേരും നല്ല വിശപ്പിലായിരുന്നു. അവർക്ക് നല്ല ഭക്ഷണം കൊടുക്കുന്നുണ്ട്, ഡ്രസ്സ് മാറാനായിട്ട് പുതിയ ഡ്രസ്സ് കൊടുക്കുന്നുണ്ട്. ഇപ്പൊ ഇവരുടെ അടുത്തേക്ക് വിക്ടർ വന്നിട്ട് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് റഷ്യൻ ഭാഷ അറിയുമെന്ന്. അതിൽ ടാറ്റിയാനയ്ക്ക് റഷ്യൻ ഭാഷ അറിയാം, പക്ഷെ കെംഫോയ്ക്ക് അറിയില്ലായിരുന്നു. പിന്നീട് അവരവിടെ എന്ത് ചെയ്യായിരുന്നു എന്നതിനെ കുറിച്ചൊക്കെ വിക്ടർ ചോദിച്ച് മനസ്സിലാക്കുന്നുണ്ട്. പിന്നീട് ഒരു മാപ്പ് കാണിച്ചു കൊടുക്കുകയാണ്. ആ മാപ്പിൽ എവിടെയായിരുന്നു നിങ്ങളുടെ ക്യാമ്പ് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതും ഇപ്പൊ ടാറ്റിയാന കാണിച്ചു കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ടാറ്റിയാന പറയാണ് എന്താണെന്ന് അറിയില്ല, വളരെ വലിപ്പമുള്ള എന്തോ ഒന്നായിരുന്നു. അത് കാരണമാണ് ഇങ്ങനെ ഒരു വലിയ അപകടം ഉണ്ടായത്. അതായത് ഇതൊരു ജീവനുള്ള സാധനമാണെന്ന് ഇവരാരും ചിന്തിക്കുന്നില്ല. കാരണം ഇവരുടെ കപ്പലിനേക്കാളും ഒരു 100 ഇരട്ടി വലുപ്പം ആ സാധനത്തിനുണ്ട് എന്ന് സ്കാനിങ്ങിലൂടെ, അതായത് ഈ സൗണ്ട് വേവുകൾ അയച്ചിട്ട് ആ സംഭവത്തിനെ സ്കാൻ ചെയ്തെടുക്കല്ലോ, ആ സ്കാനിങ്ങിലൂടെ അവർക്ക് മനസ്സിലായിട്ടുണ്ട്. സോ അത്രയും വലുപ്പം അതിനുള്ളത് കൊണ്ട് തന്നെ അതൊരു ജീവനുള്ള വസ്തുവായിട്ട് അതിന് ഇവർ കണക്കാക്കുന്നില്ല. മറ്റെന്തോ ഒരു അപകടം അത്രേ കണക്കാക്കുന്നുള്ളൂ. എന്തായാലും സംഗതി ഡേഞ്ചർ ആണെന്ന് മനസ്സിലായത് കൊണ്ട് തന്നെ അഡ്മിറൽ ബെൽസാവോ വന്നിട്ട് പറയാണ്, വിക്ടറെ ഇനി നമുക്ക് ഇവിടെ നിൽക്കണ്ട, തിരിച്ചു പോകാന്ന് പറയണം. എന്നാൽ ബെൽസാവോ അയാളെ മാറ്റി നിർത്തിക്കൊണ്ട് തന്നെ വിക്ടർ ഒരു കാര്യം പറയുന്നുണ്ട്. അതായത് ആ മുങ്ങിക്കിടക്കുന്ന കപ്പലിന്റെ ഉള്ളിൽ ചിലപ്പോൾ ഇപ്പോഴും ജീവനോടെ എന്റെ ചേട്ടനും ബാക്കിയുള്ള പട്ടാളക്കാരും ഉണ്ടെങ്കിലോ അവർക്ക് നമ്മുടെ സഹായം ആവശ്യം ഉണ്ടാവില്ലേ? ആരെങ്കിലും രക്ഷപ്പെടുത്താൻ വരുമെന്ന് പറഞ്ഞിട്ട് അവർ കാത്തിരിക്കുകയായിരിക്കില്ലേ അവിടെ? അതുകൊണ്ട് ഇവിടുന്ന് തിരിച്ചു പോകാൻ എന്നെ കൊണ്ട് പറ്റില്ല. ഞാൻ ഈ ഒരു മിഷൻ കംപ്ലീറ്റ് ആക്കിയിട്ടേ പോകുള്ളൂ എന്ന് പറയണം. അതുപോലെ തന്നെ വിക്ടറിന്റെ തീരുമാനം അനുസരിച്ച് വീണ്ടും കപ്പൽ താഴേക്ക് പോവാണ്. കടലിന് അടിഭാഗം ഒന്നുകൂടെ വ്യക്തമായിട്ട് തന്നെ സ്കാൻ ചെയ്ത് പരിശോധിക്കുകയാണ്. ആ സമയത്താണ് ടെക്നീഷ്യന്മാർ മറ്റൊരു കാര്യം കണ്ടുപിടിക്കുന്നത്. കടലിന്റെ അടിഭാഗം നന്നായിട്ട് ഇളകിക്കൊണ്ട് ഭയങ്കരമായിട്ട് മണലും കാര്യങ്ങളൊക്കെ മുകളിലേക്ക് പൊന്തിക്കൊണ്ടിരിക്കുകയാണ്. സംതിങ് എന്തോ വലുതൊന്നും അങ്ങോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ വ്യക്തമായിട്ട് അതെന്താണെന്ന് ഇവർക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ ഇവിടെ ഇനി നിൽക്കുന്നത് അപകടമാണ്. അതുകൊണ്ട് കുറച്ച് വേഗത്തിൽ ഈ കപ്പലിനെ മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ പറയുന്നുണ്ട്. എന്നാൽ ആ സമയത്താണ് ടെക്നീഷ്യന്മാർ മറ്റൊരു കാര്യം കണ്ടുപിടിക്കുന്നത്. അതായത് കുറച്ച് മുന്നിലായിട്ട് കടലിൽ നിന്നും എണ്ണ എടുക്കുന്ന ഒരു ഓയിൽ റിഫൈനറി ഉണ്ട്. ഈ വേഗത്തിൽ അങ്ങോട്ടേക്ക് എത്തിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അതിനോട് നമ്മുടെ ഈ ഒരു ഷിപ്പ് തട്ടി ബ്ലാസ്റ്റ് ആവാൻ സാധ്യതയുണ്ട്. എന്നാൽ ഇവരെ എല്ലാവരും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് മറ്റൊരു കാര്യം സംഭവിക്കുകയാണ്. അതായത് ഇവരെ ഫോളോ ചെയ്യുന്ന ആ എന്തോ ഒരു സാധനം ഉണ്ടല്ലോ, അത് വെള്ളത്തിനടിയിലൂടെ ഇവരെക്കാൾ വേഗത്തിൽ ആ ഒരു ഓയിൽ റിഫൈനറിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. പിന്നീട് പതിയെ പതിയെ അതിനെ തകർക്കാൻ തുടങ്ങുകയാണ് കേട്ടോ. അവിടെ ഉണ്ടായിരുന്ന ജീവനക്കാർക്ക് ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് പോലും മനസ്സിലാവുന്നില്ലായിരുന്നു. ഇപ്പോഴാണ് ആ ജീവിയുടെ ഓരോ കൈകളായിട്ട് കാണിക്കുന്നത്. നമ്മൾ ഈ കാണുന്ന ചെറിയ നീരാളി ഉണ്ടല്ലോ, അതിന്റെ ഒരു ഭീകരമായ വലിയ രൂപം എന്ന് പറയാം. അതിന്റെ ആ ഒരു കൈകൾ കൊണ്ട് ആ ഓയിൽ റിഫൈനറിയെ പൂർണ്ണമായിട്ട് ഇങ്ങനെ ചുറ്റി വരിഞ്ഞെടുക്കുകയാണ്. പിന്നീട് പതിയെ പതിയെ അത് വെള്ളത്തിനടിയിലേക്ക് പോകുന്നുണ്ട് കേട്ടോ. ഈ ഒരു കാര്യം നേരിട്ട് തന്നെ വിക്ടർ കാണുന്നുണ്ട്. അവനാകെ അത്ഭുതപ്പെട്ടു, ഇതെന്താ ഇത്? പെട്ടെന്ന് തന്നെ ഇവരുടെ ബേസിലേക്ക് ഇതിനെക്കുറിച്ച് റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പറയുന്നുണ്ട്. മാത്രമല്ല വിക്ടർ ഇപ്പൊ കണ്ട ആ ഒരു കാര്യം അവിടുത്തെ ആ ഒരു ഡിസ്പ്ലേയിൽ കാണിക്കുന്നുണ്ട്. പക്ഷേ ബാക്കിയുള്ള ടെക്നീഷ്യന്മാർ നോക്കുന്ന സമയത്ത് ഫുള്ളായിട്ട് പുകയും കാര്യങ്ങളും മാത്രമേ കാണുന്നുള്ളൂ. ആ ഒരു ജീവിയുടെ കൈകളൊന്നും അവർക്ക് കാണാൻ കഴിഞ്ഞില്ല. മാത്രമല്ല ആ ഒരു ഓയിൽ റിഫൈനറി അത് പൂർണ്ണമായിട്ട് തകർത്തതിന് ശേഷം ആ ജീവി വരുന്നത് ഇവരുടെ കപ്പലിന്റെ അരികിലേക്കാണ്. സോ അതുകൊണ്ട് തന്നെ കപ്പൽ വളരെയധികം വേഗത്തിൽ താഴോട്ട് കൊണ്ടുപോകാൻ പറയാണ്. അങ്ങനെ കുത്തനെ വളരെ വേഗത്തിൽ പോകുന്നത് കൊണ്ട് തന്നെ ഇതിനുള്ളിൽ ഓരോ വസ്തുക്കളായിട്ട് ഒരിട് താഴേക്ക് വീഴാണ്. പ്രധാനമായിട്ടും കിച്ചണിലുള്ള ആൾക്കാരൊക്കെ ഭയങ്കരമായിട്ട് അത് കാരണം ബുദ്ധിമുട്ടുന്നുണ്ട്. എന്നാൽ ഇങ്ങനെ ഭയന്ന് ഓടുന്നത് കണ്ടപ്പോൾ അഡ്മിറൽ ബെൽസാവോ പറയാണ്, വിക്ടറെ നീ എന്താ ചെയ്യുന്നത്? നീ പിന്നെയും തെറ്റുകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തെങ്കിലും ഒന്ന് നമ്മളെ അറ്റാക്ക് ചെയ്യാൻ വരികയാണെങ്കിൽ
എങ്കിൽ തിരിച്ച് അതിനെ അറ്റാക്ക് ചെയ്യണം. അതിനുള്ള ആയുധങ്ങൾ നമ്മുടെ കയ്യിലുണ്ടല്ലോ. എന്തായാലും ഇതുപോലെ റിപ്പീറ്റ് ആയിട്ട് നീ തെറ്റ് ചെയ്തതുകൊണ്ട് തന്നെ ഇനി ക്യാപ്റ്റൻ സ്ഥാനം ഞാൻ ഏറ്റെടുക്കുകയാണ്. ഇങ്ങോട്ടേക്ക് വരുമ്പോൾ തന്നെ ആ നിയമങ്ങൾ മുകളിലുള്ള ആൾക്കാർ പറഞ്ഞായിരുന്നു. അത് അതുപോലെ തന്നെ ഇപ്പൊ വിക്ടർ അനുസരിക്കുകയാണ്. ഒന്നും മിണ്ടാതെ ഒരു മൂലക്ക് പോയിട്ടിരിക്കുകയാണ്. ഇതേ നേരം തന്നെ അഡ്മിറൽ ബെൽസാവോ, ഇയാളാണല്ലോ ഇപ്പത്തെ ക്യാപ്റ്റൻ, ഇയാൾ പറയാണ് എന്താണെങ്കിലും ആ വരുന്ന സാധനത്തിന് നേരെ 2 ബോംബുകൾ അയക്കാൻ വേണ്ടി. പറഞ്ഞതുപോലെ തന്നെ ടെക്നീഷ്യന്മാര് ആ ഒരു സാധനത്തിന് നേരെ 2 ബോംബുകൾ അയക്കാണ്. ഇപ്പോഴും അത് എന്താണെന്ന് ഇവർക്ക് വ്യക്തമായിട്ട് കാണാൻ കഴിയുന്നില്ല. ഒരുമാതിരി വലിയൊരു കറുത്ത പുക ഇതിനുള്ളിലേക്ക് ആ ഒരു ബോംബ് പോയിട്ട് പൊട്ടുന്നുണ്ട്. ഇത് കണ്ടപ്പോൾ അഡ്മിറൽ ബെൽസാവോ നമ്മുടെ വിക്ടറിനെ നോക്കിയിട്ട് പറയണം, കണ്ടോ ഇതുപോലെയാണ് കാര്യങ്ങൾ ഡീൽ ചെയ്യേണ്ടത്, അല്ലാതെ കുഞ്ഞു പിള്ളേരെ പോലെ പേടിച്ച് ഓടുകയല്ല. പറഞ്ഞു തീർന്നില്ല. അപ്പൊ തന്നെ ടെക്നീഷ്യന്മാർ പറയണ സാറേ ആ സാധനം വീണ്ടും വരുന്നുണ്ട്. അപ്പോ അഡ്മിറൽ ബെൽസാവോ പറയണ എന്നാ പിന്നെ 2 കൂടെ അയക്കുന്നു. 2 ബോംബ് പിന്നെ അയക്കാണ്. അതിപ്പോ ആ ഒരു കറുത്ത പുകയുടെ ഉള്ളിൽ പോയിട്ട് വീണ്ടും പൊട്ടുന്നുണ്ട്. ഇതെല്ലാം ഇങ്ങനെ നടക്കുന്ന സമയത്ത് വിക്ടർ ഒന്നും മിണ്ടാതെ വളരെ സൈലന്റ് ആയിട്ട് തന്നെ അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. ഇയാൾ എന്താന്ന് വെച്ചാൽ ചെയ്തോട്ടെ എന്ന് വിചാരിച്ചിട്ട്. എന്നാൽ 2ാമത്തെ സെക്ഷനിൽ ബോംബ് പൊട്ടിച്ചപ്പോഴും ആ പുകയുടെ ഉള്ളിൽ നിന്നുള്ള ആ സാധനം അതിനൊന്നും പറ്റിയില്ല. അത് വീണ്ടും ഇവർക്ക് നേരെ തന്നെ വരികയാണ്. ഇനി എന്താണ് ക്യാപ്റ്റൻ ചെയ്യേണ്ടതെന്ന് അഡ്മിറൽ ബെൽസാവോട് ചോദിച്ചപ്പോൾ ഇയാൾക്കൊന്നും തിരിയുന്നില്ല. അതായത് ആകെ ഉണ്ടായിരുന്ന 4 ബോംബുകൾ അത് വിട്ട് കഴിഞ്ഞു. ഇനിയിപ്പോ ബോംബ് വിടണമെങ്കിൽ അത് ലോഡ് ചെയ്യണം. അതിന് കുറച്ച് നേരമാവും. എന്നാൽ അതിനുള്ള സമയമൊന്നുമില്ല. ആ സാധനം അടുത്തേക്ക് എത്താൻ ഇയാൾക്ക് എന്താ ചെയ്യേണ്ടതെന്ന് തിരിയാണ്ട് കൈയും കാലും വിറച്ചുകൊണ്ടിരിക്കുകയാണ്. അതേ നേരം തന്നെ വിക്ടർ ചാടി എഴുന്നേൽക്കുകയാണ്. അതായത് അയാളെ കൊണ്ട് എന്തായാലും ഈ സിറ്റുവേഷൻ മാനേജ് ചെയ്യാൻ കഴിയില്ല. ഇപ്പൊ വിക്ടർ പറയാണ് പെട്ടെന്ന് തന്നെ കപ്പൽ ടേൺ ചെയ്യുക, എന്തൊക്കെയോ ചില ടെക്നിക്കൽ കാര്യങ്ങൾ പറഞ്ഞിട്ട് ഇത്ര ഡിഗ്രിയിൽ വെച്ച് കപ്പലിനെ നേരെ താഴേക്ക് കൊണ്ടുപോകുക, അങ്ങനെ ഓരോ കാര്യങ്ങൾ പറയുന്നുണ്ട്. സഡൻ ആയിട്ട് വിക്ടർ ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ പെട്ടെന്ന് തന്നെ അതുപോലെ തന്നെ ഇവർ ചെയ്യുന്നുണ്ട്. എന്നാൽ അപ്പോഴേക്കും ആ നീരാളിയുടെ വലിയ കൈകൾ വന്ന് ഒരു തവണ ഷിപ്പിലടിക്കുകയാണ്. അതിൽ നിന്നൊക്കെ എങ്ങനെയോ രക്ഷപ്പെട്ട് ഇവർ പോകാൻ നിൽക്കുമ്പോൾ 2ാമതും അവരുടെ ഷിപ്പിൽ വന്നിട്ട് ആ ഒരു നീരാളിയുടെ കൈകൾ വന്ന് അടിക്കുകയാണ്. അതായത് നിലവിൽ ഇപ്പൊ ഈ ഒരു നീരാളിയുടെ കൈകളിൽ നിന്ന് രക്ഷപ്പെടുക എന്നുള്ളത് അസാധ്യമായിട്ടുള്ള കാര്യമാണ്. ആ സമയത്താണ് വിക്ടർ ഒരു കാര്യം മനസ്സിലാക്കുന്നത്. വെള്ളത്തിനടിയിൽ അത്യാവശ്യം നല്ല ഇരുട്ടാണ്. ഈ ഇരുട്ടത്തും ഈ ഒരു ഷിപ്പിനെ ആ ഒരു ജീവി മനസ്സിലാക്കി ഇതിന്റെ അടുത്തേക്ക് വരണമെങ്കിൽ അതിന് ഒരേ ഒരു കാരണമേ ഉള്ളൂ, ഷിപ്പിൽ നിന്നും പുറത്തേക്ക് പോകുന്ന സൗണ്ട് വേവുകൾ. ഷിപ്പിന്റെ എല്ലാ കാര്യങ്ങളും ഓഫാക്കാനായിട്ട് പറയുന്നുണ്ട്. ആ ഒരു സോണാർ വേവ് വരുന്ന ആ ഒരു മെഷീനൊക്കെ ഉണ്ടല്ലോ പൂർണ്ണമായിട്ടും അത് ഓഫാക്കാൻ പറയണം. പിന്നീട് ആ ഒരു ജീവി ഉണ്ടല്ലോ അതിന്റെ അടിഭാഗത്തേക്ക് കൊണ്ടുപോയിട്ട് ഷിപ്പ് വെക്കാൻ വേണ്ടി പറയുന്നുണ്ട്. ആ ജീവിയുടെ വലുപ്പമാണെങ്കിൽ ഈ കപ്പലിനെ അപേക്ഷിച്ച് ഒരു 10-300 മടങ്ങ് വലുപ്പം ഉണ്ടാവുന്ന തോന്നുന്നത്. അതുകൊണ്ട് തന്നെ അതിന്റെ അടിഭാഗത്തേക്ക് വന്ന് നിൽക്കുന്ന ഷിപ്പിനെ അതിന് കാണാൻ കഴിയുന്നില്ല. അതിന്റെ ആ ഒരു വലിയ കണ്ണുകൾ ഉപയോഗിച്ച് അവിടെ മുഴുവനായിട്ട് നോക്കുന്നുണ്ട്. എന്നാൽ അതിന്റെ അടിഭാഗത്താണ് ഈ ഷിപ്പിൽ നിന്ന് ആ ജീവിക്ക് മനസ്സിലാവുന്നില്ല. പിന്നീട് എല്ലാവരോടും വളരെയധികം സൈലന്റ് ആയിട്ട് തന്നെ ഇരിക്കാൻ പറയുന്നുണ്ട്. എന്നാൽ ആ ഒരു ജീവി പുറപ്പെടുവിക്കുന്ന ഒരു ശബ്ദം കാരണം ഈ ഷിപ്പിന്റെ ഉള്ളിലുള്ള എല്ലാവർക്കും എന്തൊക്കെയൊക്കെയോ ആവുകയാണ്. ഒരാളുടെ ചെവിയിൽ നിന്നും ചെവി പൊട്ടി ചോര വരെ പുറത്തേക്ക് വരുന്നുണ്ട്. എന്തായാലും ആ ഒരു ജീവി അവിടുന്ന് പോയി എന്ന് ഉറപ്പായപ്പോഴാണ് ഈ ഒരു ഷിപ്പ് ഓണാക്കാൻ വേണ്ടി നമ്മുടെ വിക്ടർ പറയുന്നത്. അതുപോലെ തന്നെ ആ ജീവി തട്ടിയതിൽ ഒരുപാട് പേർക്ക് പരിക്ക് പറ്റിയായിരുന്നു. അവർക്ക് എല്ലാവർക്കും ഫസ്റ്റ് എയ്ഡ് ട്രീറ്റ്മെന്റ് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഷിപ്പിന്റെ ആയുധങ്ങളും ബാക്കിയുള്ള ആ ഒരു കാര്യങ്ങളൊക്കെ ആ ഒരു കമ്പാർട്ട്മെന്റ് ഉണ്ടല്ലോ അവിടെ തീയും പിടിച്ചിട്ടുണ്ട്. ഒരുപാട് പേര് അങ്ങോട്ടേക്ക് ചെന്ന് ആ ഒരു തീ അണയ്ക്കാൻ നോക്കുന്നുണ്ട്. പക്ഷേ തീ അണക്കാൻ കഴിയുന്നില്ല. വളരെ വേഗത്തിൽ തീ പടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് ക്യാപ്റ്റനായിട്ടുള്ള വിക്ടറിനോട് പറഞ്ഞ സമയത്ത് ഒരു കാര്യം ചെയ്യും, നിങ്ങൾ എല്ലാവരും അവിടെ വിട്ട് പുറത്തേക്ക് ഇറങ്ങിയിട്ട് ആ ഡോർ ക്ലോസ് ചെയ്യുന്നു പറയണം. നമുക്ക് ഗ്യാസ് വെച്ച് ആ തീ അണയ്ക്കാം. അങ്ങനെ എല്ലാവരും പുറത്തേക്ക് ഇറങ്ങുകയാണ്. അതിനിടയിൽ ഒരാൾ വീഴുന്നുണ്ട്. പിന്നീട് എങ്ങനെയൊക്കെയോ മറ്റൊരാൾ വന്ന് അയാളെ രക്ഷപ്പെടുത്തി ഒരു പുറത്തേക്ക് ഇറങ്ങി ആ ഡോർ ക്ലോസ് ചെയ്ത് ഈ തീ കെടുത്താൻ ആവശ്യമായിട്ടുള്ള ഗ്യാസ് അതിലേക്ക് തുറന്നു വിടുകയാണ്. അങ്ങനെ ആ ഒരു തീ കെടുത്തി കേട്ടോ. അങ്ങനെ ഷിപ്പിന്റെ ഉള്ളിൽ ആ ഒരു സിറ്റുവേഷൻ ഒന്ന് ഓക്കെ ആക്കി എടുക്കുന്നുണ്ട്. ഒരുപാട് പേർക്ക് പരിക്ക് പറ്റിയെന്ന് പറഞ്ഞല്ലേ, അവർക്ക് എല്ലാവർക്കും ട്രീറ്റ്മെന്റ് കൊടുക്കുകയാണ്. നമ്മുടെ ടാറ്റിയാനെ എല്ലാവരും നന്നായിട്ട് തന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. എന്നാൽ ഇവരാരും ക്യാപ്റ്റനായിട്ടുള്ള വിക്ടറിന്റെ ദേഹത്ത് പറ്റിയ മുറിവ് ശ്രദ്ധിക്കുന്നില്ല. ഇപ്പൊ വിക്ടറിന്റെ ഒരു കൂട്ടുകാരനുണ്ട് നിക്കോള പോയിട്ട് ടാറ്റിയാനോട് പറയാണ്, നിന്നെ രക്ഷിച്ച ആ ഒരു ക്യാപ്റ്റനെ നീ മൈൻഡ് വരെ ആക്കണ്ട. സത്യം പറഞ്ഞാൽ അദ്ദേഹം പറഞ്ഞിട്ടാണ് നിങ്ങളെ 2 പേരെയും ഇതിന്റെ ഉള്ളിലേക്ക് കയറ്റിയത് തന്നെ. എന്നാൽ ആ ഒരു കാര്യം ടാറ്റിയാനയ്ക്ക് അറിയില്ലായിരുന്നു കേട്ടോ. അതിനുശേഷം എന്തോ ടാറ്റിയാനയ്ക്ക് വിക്ടറിനോട് വല്ലാതൊരു ഇഷ്ടം തോന്നുകയാണ്. പിന്നീട് വേഗം തന്നെ അവന്റെ മുറിവിൽ ആ ഒരു ബാൻഡേജും കാര്യങ്ങളൊക്കെ വെച്ച് കെട്ടിക്കൊടുക്കുന്നുണ്ട്. ഈ കാര്യം ആര് നോക്കുന്നുണ്ട്? കെംഫോ നോക്കുകയാണ്. അവന്റെ ആ ഒരു നോട്ടത്തിൽ അവനെന്തോ അത് ഇഷ്ടമായിട്ടില്ല എന്ന് തോന്നുന്നു. അതുപോലെ തന്നെ വിക്ടറിന്റെ അടുത്തേക്ക് വീണ്ടും അഡ്മിറൽ ബെൽസാവ് വന്നിട്ട് പറയണം, മതി നമുക്ക് ഈ പരിപാടി ഇവിടെ നിർത്തിയിട്ട് തിരിച്ചു പോകാന്ന് പറയണം. എന്നാൽ ക്യാപ്റ്റൻ വിക്ടർ പറയണം, സാറേ ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങളൊന്ന് മനസ്സിലാക്കണം. നമ്മൾ ഇങ്ങോട്ടേക്ക് എത്താൻ തന്നെ കുറച്ച് ദിവസം എടുത്തിട്ടുണ്ട്. ഇനി ഇവിടുന്ന് തിരിച്ചു പോയി മറ്റൊരു ടീമിന് ഇങ്ങോട്ടേക്ക് അയക്കുമ്പോഴേക്കും ഒരുപാട് നാളാവും. അത്രയും ദിവസം ആ കപ്പലിന്റെ ഉള്ളിൽ ജീവനോടെ ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് സർവൈവ് ചെയ്യാൻ പറ്റുമോ സാറേ? ഒന്ന് ആലോചിച്ച് നോക്ക് നിങ്ങൾ. എന്റെ ചേട്ടനടക്കം ഒരുപാട് പേരാണ് ആ ഒരു കപ്പലിൽ പെട്ട് കിടക്കുന്നത്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, നമ്മുടെ സഹായം അവർക്ക് ആവശ്യമല്ലേ? എന്നാൽ അഡ്മിറൽ ബെൽസാവോ ഇയാളടക്കം അവിടെ ഉണ്ടായിരുന്ന ആൾക്കാർ ആരും ഒന്നും മിണ്ടുന്നില്ല. കാരണം എല്ലാവർക്കും പേടി കുടുങ്ങിയിട്ടുണ്ട്. മരണത്തെ പേടിയില്ലാത്ത ഒരു മനുഷ്യനുണ്ടാവോ? മനുഷ്യന് നല്ല ഒരു ജീവിയില്ല. പിന്നീട് വിക്ടർ തന്നെ സ്വയം ആലോചിക്കുകയാണ്. അതായത് ആ തകർന്നു പോയ കപ്പൽ എവിടെയാണെന്ന് ഇതുവരെയായിട്ടും ഇവർക്ക് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. അതിന്റെ ആ ഒരു ലൊക്കേഷൻ എവിടെയാ? ഇത്രയും വലിയ കടലിന്റെ ഏത് ഭാഗത്ത് പോയിട്ടാണ് തപ്പിയെടുക്കുക? അതുപോലെ ആ കപ്പലിൽ നിന്നും യാതൊരു സിഗ്നലും ഇപ്പൊ കിട്ടുന്നില്ല. അങ്ങനെയാണെങ്കിൽ എല്ലാവരും ആഗ്രഹിക്കുന്നത് പോലെ തന്നെ ഇവിടുന്ന് തിരിച്ചു പോകാന്ന് തീരുമാനിക്കുകയാണ്. അങ്ങനെ ആ ഒരു ഷിപ്പിനെ തിരിച്ചെടുക്കാൻ പറയാണ്. ചേട്ടനെ രക്ഷപ്പെടുത്താൻ പറ്റിയിട്ടില്ലല്ലോ എന്നുള്ള ആ ഒരു സങ്കടം അവന്റെ ഉള്ളിൽ നന്നായിട്ട് ഉണ്ട് കേട്ടോ. അതേ നേരം തന്നെ അച്ഛൻ അവർക്ക് 2 പേർക്കുമായിട്ട് അയച്ച ഒരു കത്തുണ്ടായിരുന്നു. വിക്ടർ വളരെ വിഷമത്തോട് കൂടിയിട്ട് അതങ്ങനെ ഇരുന്ന് വായിക്കുകയാണ്. ഈ സമയത്താണ് വിക്ടറിന്റെ അടുത്തേക്ക്
മുന്നിലേക്ക് ടാറ്റിയാണ് വരുന്നത്. അതായത് ഒരു മാപ്പ് എടുത്ത് കാണിച്ചു കൊടുത്തിട്ട് പറയാണ്, ദാ കടലിന്റെ ഈ ഒരു ഭാഗത്താണ് എന്താണെന്നറിയില്ല ആ സാധനത്തിന്റെ ശല്യം കൂടുതലായിട്ട് കാണുന്നത്. ആ ഏരിയയിൽ ജീവിക്കുന്ന പല ആളുകളും ഈ ജീവിയെ കുറിച്ച് പല കഥകളും പറയുന്നുണ്ട്. അതായത് പുരാണങ്ങളിലൊക്കെ ഉള്ളതുപോലെയുള്ള ഒരു ഭീകര സ്വത്തും ഒരു ജീവി. അവർ പറയുന്ന ആ ഒരു ഭീകരജീവി തന്നെയാണോ ഇത് എന്ന് എനിക്ക് നല്ല സംശയമുണ്ട്. ഇത് കേട്ട സമയത്ത് വിക്ടർ പറയാണ്, അല്ല ടാറ്റിയാന, നീ ഒരു സയന്റിസ്റ്റ് അല്ലേ, എന്നിട്ട് പുരാണ കഥകളിൽ പറയുന്ന ജീവികളെ കുറിച്ചൊക്കെ നീ വിശ്വസിക്കുകയാണോ? ഇത് കേട്ടപ്പോൾ ടാറ്റിയാന പറയാണ്, അങ്ങനെയല്ല വിക്ടറെ, അവിടെയുള്ള ആളുകൾക്ക് ഇത് വെറും ഒരു കഥയായിരിക്കും, ചിലപ്പോൾ അവരുടെ പുരാണങ്ങളിൽ പറഞ്ഞിട്ടുള്ള കാര്യമായിരിക്കും. പക്ഷേ അത് സത്യം തന്നെയല്ലേ, ഇപ്പൊ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്നില്ലേ? നമ്മൾ അതിനെ പുരാണത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു ജീവിയായിട്ട് കാണണ്ട, ഒരു വലിയ മോൺസ്റ്റർ, കടലിന്റെ അടിയിൽ വലിയൊരു ജീവിയായിട്ട് കണ്ടാൽ പോരെ. അതുപോലെ ചെറിയ ചെറിയ മീനുകൾ, അതുപോലെ തന്നെ തിമിംഗലങ്ങൾ, ഇതിനെ ഇവിടെ ഓടിപ്പിക്കാനായിട്ട് നിങ്ങൾ ഓണാക്കുന്ന ആ ഒരു സോണാർ വേവുകൾ, അത് നിങ്ങൾ ഇനി ഓണാക്കരുത്. കാരണം ആ ഒരു ജീവിക്ക് നന്നായിട്ട് കേൾവി ശക്തി ഉണ്ട്, അതെല്ലാം നന്നായിട്ട് കേൾക്കും. ഒരു കാരണവശാൽ ഈ ഒരു മിഷനുമായിട്ട് നിങ്ങൾ ഇനി മുന്നോട്ടേക്ക് പോകണമെങ്കിൽ കാര്യങ്ങളെല്ലാം വളരെ സൈലന്റ് ആയിരിക്കണം. ഈ കാര്യങ്ങളെല്ലാം തലയാട്ടി വിക്ടർ അങ്ങനെ കേൾക്കുകയാണ്. അതായത് ഈ ഒരു ദൗത്യം പൂർത്തിയാകണമെന്ന് അവന് നല്ല ആഗ്രഹമുണ്ട്, പക്ഷേ ബാക്കിയുള്ള ആർക്കും താല്പര്യമില്ല, പേടിയാണ്. ഈ നേരത്താണ് ഇവർ കടലിന്റെ അടിഭാഗത്തേക്ക് അയച്ച ചില സിഗ്നലുകൾ അത് അതുപോലെ തിരിച്ചു വരികയാണ്. അതായത് കടലിനടിയിലേക്ക് അയക്കുന്ന സിഗ്നലുകൾ എന്തിലൊക്കെ തട്ടിയാ തിരിച്ചു വരുന്നതെന്ന് ഇവർക്ക് തിരിച്ചറിയാൻ കഴിയും. അതായത് ഇപ്പൊ ആ ഒരു സിഗ്നൽ പോയി തട്ടിയിരിക്കുന്നത് ഒരു മെറ്റലിലാണ്. ഒരുപാട് പാറകളും അതുപോലെ തന്നെ മണലും ഉള്ള ഈ ഒരു ഭാഗത്ത് ഒരു മെറ്റലിൽ പോയിട്ട് ആ ഒരു സിഗ്നൽ തട്ടണമെങ്കിൽ അതിനർത്ഥം ആ ഭാഗത്ത് എന്തോ ഒന്നുണ്ട്, മിക്കവാറും ആ ഒരു കപ്പൽ തന്നെ ആയിരിക്കണം. പിന്നീട് എല്ലാവരെയും വിളിച്ചുകൂട്ടി വിക്ടർ ഒരു കാര്യം പറയുന്നുണ്ട്. അതായത് ആ കപ്പൽ എവിടെയാണെന്ന് അറിയാത്തത് കൊണ്ടല്ലേ ഈ ദൗത്യത്തിൽ നിന്നും നമ്മൾ എല്ലാവരും പിൻവാങ്ങിയത്. ഇപ്പൊ ആ ഒരു കപ്പൽ എവിടെയാണെന്ന് നമുക്ക് മനസ്സിലായി. ഇനി ഈ ഒരു ദൗത്യവുമായിട്ട് നമുക്ക് മുന്നോട്ട് പോയിക്കൂടെ, നമുക്ക് ഒരുപാട് ആൾക്കാരെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞാലോ? വിക്ടർ ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞ സമയത്ത് എല്ലാവരും കൂടെ നിൽക്കാന്ന് പറയണം. അങ്ങനെ ആ ഒരു കപ്പൽ അവിടുന്ന് തിരിക്കുകയാണ്. എവിടുന്നാണ് ആ ഒരു സിഗ്നൽ കിട്ടിയ ആ ഭാഗത്തേക്ക് പോവാണ്. എന്നാൽ അങ്ങോട്ടേക്ക് പോകും തോറും കടലിന്റെ ആഴം കൂടി വരികയാണ്. ഇത്രയും വലിയൊരു ഷിപ്പുമായിട്ട് അത്രയും താഴ്ഭാഗത്തേക്ക് അങ്ങനെ പോകാനൊന്നും കഴിയില്ല. അതുപോലെ തന്നെ നമ്മൾ വിചാരിക്കുന്നത് പോലെ കടലിന്റെ അടിഭാഗം അങ്ങനെ ഫ്ലാറ്റ് ആയിട്ട് കിടക്കുകയല്ല. ഇപ്പോ നമ്മുടെ ഈ ഒരു ഭൂമിയുടെ മുകളിലായിട്ട് ഒരുപാട് മലയും കുന്നും താഴ്വരയൊക്കെ ഇല്ലേ, അതുപോലെ തന്നെയാണ് കടലിന്റെ അടിഭാഗവും. അവിടെയും ഒരുപാട് മലയും കുന്നും താഴ്വരകളും എല്ലാം ഉണ്ടാവും. ഒരു പരിധിയിൽ കൂടുതൽ ഇനി താഴേക്ക് പോകണമെങ്കിൽ ഇവർക്ക് ഒരുപാട് ഓക്സിജൻ, ബാക്കിയുള്ള ചില ടെക്നിക്കൽ സപ്പോർട്ടുകൾ ഇതൊക്കെ ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ ഈ വലിയ കപ്പലെടുത്തുകൊണ്ട് താഴേക്ക് പോകാൻ കഴിയില്ല. അപ്പൊ ഇവിടെ ഒരേ ഒരു ഓപ്ഷനേ ഉള്ളൂ, ഇവരുടെ കപ്പലിന്റെ മുകളിൽ മറ്റൊരു ചെറിയൊരു മുങ്ങിക്കപ്പലുണ്ടല്ലോ, അതെടുത്തുകൊണ്ട് താഴേക്ക് പോവുക. എന്നാൽ ആ ചെറിയ ഷിപ്പ് ഡ്രൈവ് ചെയ്യണമെങ്കിൽ, അത് താഴേക്ക് കൊണ്ടുപോകണമെങ്കിൽ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആൾക്കാർ വേണം. അത് ഓടിക്കാനായിട്ട് തന്നെ ഒരാൾ ഇവിടെ ഉണ്ട്. എന്നാൽ അയാൾ പരിക്ക് പറ്റി കിടക്കുകയാണ്, അയാളെ കൊണ്ട് വരാൻ കഴിയില്ല. അതുകൊണ്ട് ഞാൻ തന്നെ അത് എടുത്തോളാന്ന് ക്യാപ്റ്റൻ ആയിട്ടുള്ള വിക്ടർ പറയണം. അപ്പൊ തന്നെ അഡ്മിറൽ ബെൽസോ പറയണു, വേണ്ട അത് നീ ചെയ്യണ്ട, നീ ക്യാപ്റ്റനാണ്. വിക്ടർ പറയണം, അതൊന്നും കുഴപ്പമില്ല, എന്റെ കൂടെ വേറെ രണ്ടാൾക്കാർ കൂടെ വരണം എന്ന് പറയണം. വിക്ടറും അതുപോലെ തന്നെ അത്യാവശ്യം ഇത് ഓടിക്കാൻ അറിയുന്ന നിക്കോള എന്ന് പറഞ്ഞ അവന്റെ കൂട്ടുകാരും പിന്നെ വേറൊരാളും കൂടെ ഇപ്പൊ ഇവരുടെ ആ ഒരു ഷിപ്പിന്റെ മുകളിലുള്ള ചെറിയ ഷിപ്പിന്റെ ഉള്ളിലേക്ക് കയറുകയാണ്. അതിന് കയറണമെങ്കിൽ തന്നെ ചെറിയ പ്രൊസീജിയേഴ്സ് ഉണ്ട്. ആദ്യം ഇവരുടെ കപ്പലിന്റെ മുകളിലെ ഒരു ഭാഗം തുറന്ന് അത് അടച്ച് പിന്നീട് അതിന്റെ ഉള്ളിൽ കയറിയിട്ട് അതിന്റെ ആ ഒരു ഡോർ കൂടെ ക്ലോസ് ചെയ്യണം. എന്തായാലും അതുപോലെ ആ ഒരു പ്രൊസീജിയർ എല്ലാം ഫോളോ ചെയ്തുകൊണ്ട് ആ കപ്പലിന്റെ ഉള്ളിലേക്ക് ഇവർ കയറുകയാണ്. എന്നിട്ട് ആ ഒരു കപ്പൽ എടുത്തുകൊണ്ട്, ചെറിയ കപ്പലാണ്, ഇവര് നേരെ വീണ്ടും കടലിന്റെ അടിഭാഗത്തേക്ക് പോവാണ്. ഏകദേശം 5 കിലോമീറ്ററോളം ആഴത്തിലേക്ക് വേണം ഇവർക്ക് പോകാനായിട്ട്. അതുപോലെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, വെള്ളത്തിനടിയിലേക്ക് പോകും തോറും വെള്ളത്തിനടിയിൽ ആ ഒരു വാട്ടർ പ്രഷർ ഭയങ്കരമായിട്ട് കൂടി വരും. നല്ല കനമുള്ള ഒരു ഇരുമ്പ് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഇരുമ്പ് വരെ പരന്നു പോകുന്ന രീതിയിലുള്ള പ്രഷർ കടലിന്റെ ചില ഭാഗത്ത് ഉണ്ട് എന്നാ പറയുന്നത്. എന്തായാലും ഇവര് 3 പേരും അവരുടെ ആ ഒരു ജീവൻ വരെ പണയപ്പെടുത്തിക്കൊണ്ടാണ് താഴേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. നമുക്ക് ആകാശത്തിന്റെ മുകളിലേക്ക് എത്ര വേണമെങ്കിലും പോവാം, പക്ഷേ നമ്മുടെ ഭൂമിയിലുള്ള കടലിന്റെ താഴ്ഭാഗത്തേക്ക് പോകണമെങ്കിൽ അതിന് ഇപ്പോഴുള്ള ടെക്നോളജി ഒന്നും മതിയാവില്ല മച്ചന്മാര്. അപ്പൊ തന്നെ മനസ്സിലായില്ലേ ഈ കടലിന്റെ ആഴങ്ങളിലേക്ക് പോകുക എന്നുള്ളത് എത്രത്തോളം ഡേഞ്ചർ ആയിട്ടുള്ള കാര്യമാണ്. എന്തായാലും പതിയെ ഇവർ കടലിനടിയിലേക്ക് അങ്ങനെ പോവാണ്. കിലോമീറ്ററുകൾ താഴേക്കാണ് പോകേണ്ടത് കേട്ടോ. പോകുന്തോറും പ്രഷർ കൂടി വരുന്നുണ്ട്. എന്നാലും നമ്മുടെ വിക്ടർ ഉള്ള ധൈര്യത്തിലാണ് ബാക്കിയുള്ള 2 പേരും അവന്റെ കൂടെ പോകുന്നത്. അതുപോലെ തന്നെ വിക്ടർ ആണെങ്കിലോ ചേട്ടനെ എന്ത് റിസ്ക് എടുത്താലും കണ്ടുപിടിക്കണം എന്നുള്ള ഒരു വാശിയിലാണ്. ചേട്ടൻ മാത്രമല്ല, ചേട്ടന്റെ കൂടെ വേറെയും കുറെ ആൾക്കാരുണ്ടല്ലോ. അങ്ങനെ അവർ പതിയെ താഴേക്ക് പോവാണ്. മാത്രമല്ല സൗണ്ട് വേവുകൾ ഇവരയക്കുമ്പോൾ ആ സൗണ്ട് വേവുകൾ തിരിച്ചു വരും. അതിലൂടെ ആ ഒരു ശബ്ദം എവിടെയാണ് വന്ന് തട്ടിയതെന്ന് അവർക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇപ്പൊ നോക്കുമ്പോൾ അടിയിൽ ഒരുപാട് സ്റ്റീലുകൾ ഉണ്ട് എന്ന് അവർക്ക് മനസ്സിലായി. താഴേക്ക് ചെന്ന് നോക്കിയ സമയത്ത് ഇവർ 3 പേരും ആകെ അത്ഭുതപ്പെട്ടു പോവാണ്. കാരണം തേടി വന്നത് ഒരു കപ്പലാണെങ്കിൽ അതിനടിയിൽ കിടക്കുന്നത് ഒരുപാടധികം കപ്പലുകളാണ്. ഈ ഒരേ സ്ഥലത്ത് ഇത്രയധികം കപ്പലുകൾ തകർന്നു വീണിട്ടുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ എന്തെങ്കിലും വ്യക്തമായ ഒരു കാരണം ഉണ്ടാവുമല്ലോ. ഇവരുടെ ഉള്ളിൽ ചെറിയൊരു പേടിയെല്ലാം വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇവർ തേടി വന്ന ഫസ്റ്റ് മുങ്ങിപ്പോയ ഒരു മുങ്ങിക്കപ്പലുണ്ടല്ലോ, ഭയങ്കര അഡ്വാൻസ് ആയിട്ടുള്ള ആ കപ്പൽ അവസാനം ഇവർ കണ്ടുപിടിച്ചു കേട്ടോ. അതുപോലെ തന്നെ അതിന്റെ ബേക്ക് ഭാഗം അത്യാവശ്യം തകർന്നു പോയിട്ടുണ്ടെങ്കിലും മുൻഭാഗം അത്യാവശ്യം സേഫ് ആണ്. എന്തായാലും ആ വലിയ മുങ്ങിക്കപ്പലിന്റെ മുകളിലേക്ക് ഈ ചെറിയ കപ്പൽ ചെന്നുകൊണ്ട് ഈ 2 കപ്പലും കണക്ട് ചെയ്യാനുള്ള ഒരു സ്പേസ് ഉണ്ട്. അത് വളരെ സൂക്ഷ്മമായിട്ട് ചെയ്യേണ്ട കാര്യമാണ്. സത്യം പറയുകയാണെങ്കിൽ ഒരു സർജറി ചെയ്യുന്ന സർജന്റെ അത്രയും സൂക്ഷ്മത ആവശ്യമാണ് ഇതിന്. നിക്കോളയാണ് ഇത് ചെയ്യുന്നത് കേട്ടോ. ആ സമയത്ത് അവനെ കൊണ്ട് അത് ചെയ്യാൻ കഴിയുന്നില്ല. അപ്പൊ വിക്ടർ പറയണ, എടാ നിന്നെ കൊണ്ട് പറ്റൂടാ, കറക്റ്റ് നോക്കി ചെയ്യുന്നു പറഞ്ഞ് അവനെ നന്നായിട്ട് പ്രോത്സാഹിപ്പിച്ച് അവസാനം വളരെ റിസ്ക് ഏറിയ ആ ഒരു
പരിപാടി നിക്കോളായി കറക്റ്റ് ആയിട്ട് ചെയ്യാണ് കേട്ടോ. കറക്റ്റ് ആയിട്ട് അത് അവിടെ ലോക്കായി. ഇതിനുശേഷം ഒരു സ്വിമ്മിംഗ് സൂട്ട് ധരിച്ചുകൊണ്ട് തന്നെ ഇവർ ആ ഒരു കപ്പലിന്റെ ഉള്ളിലേക്ക് കയറാൻ നിൽക്കുകയാണ്. ഓക്സിജനും കാര്യങ്ങളൊക്കെ ഉണ്ട്. കാരണം അതിനുള്ളിൽ വെള്ളമാണോ അല്ലെങ്കിൽ എയർ ആണോ എന്നൊന്നും ഇവർക്ക് അറിയില്ല. അപ്പൊ ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഓക്സിജൻ സിലിണ്ടർ ഇട്ടിരിക്കുന്നത്. പിന്നീട് പതിയെ പതിയെ തട്ടി ആ ഒരു ഡോർ തുറക്കാൻ നിൽക്കുന്ന സമയത്ത് ഉള്ളിൽ നിന്നും ആ ഒരു ഡോർ തുറന്നു വരികയാണ്. നോക്കുമ്പോ എന്താ, ആ കപ്പലിലുള്ള ഒരാൾ പോലും മരിച്ചിട്ടില്ല. എല്ലാവരും ഇപ്പൊ ജീവനോടുണ്ട്. ആരെങ്കിലും രക്ഷപ്പെടുത്താൻ വരുമെന്ന ഒരു പ്രതീക്ഷയിൽ ഇവർ ഇത്രയും നാൾ പിടിച്ചു നിൽക്കുകയായിരുന്നു കേട്ടോ. ആ കൂട്ടത്തിൽ വിക്ടറിന്റെ ചേട്ടനായിട്ടുള്ള അലക്സാണ്ടർ ഉണ്ട്. അലക്സാണ്ടറിനെ കണ്ടപാടിന് വിക്ടറിന് ഭയങ്കരമായിട്ട് സന്തോഷമായി. ഇവർ വേഗം തന്നെ ഈ കാര്യം മുകളിലേക്ക് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ആ ഒരു കപ്പലിലുണ്ടായിരുന്ന എല്ലാവർക്കും ഭയങ്കരമായിട്ട് സന്തോഷമാവുകയാണ് കേട്ടോ. കാരണം ഇവർ ഇത്രയും കഷ്ടപ്പെട്ടതിന്റെ ഫലം കണ്ടല്ലോ. മാത്രമല്ല അവരുടെ കൂടെ ജോലി ചെയ്യുന്ന ആൾക്കാരാണ് ആ ആദ്യത്തെ കപ്പലുണ്ടായിരുന്നത്. എല്ലാവരും ഇപ്പൊ ജീവനോടെ ഉണ്ടല്ലോ. അങ്ങനെ പരമാവധി പറ്റുന്ന ആൾക്കാരെ ഈ ചെറിയ കപ്പലിലേക്ക് കയറ്റുകയാണ്. ആദ്യത്തെ കപ്പലിന്റെ ക്യാപ്റ്റനായിട്ടുള്ള അലക്സാണ്ടറിനോട് കയറാൻ പറഞ്ഞ സമയത്ത് അലക്സാണ്ടർ പറയണേ ഇല്ല, എല്ലാവരും കയറി കഴിഞ്ഞു, അവസാനം മാത്രമേ ഞാൻ കയറുള്ളൂ. ഇത് കേട്ടപ്പോൾ വിക്ടർ പറയണ എന്നാ നിന്റെ കൂടെ ഞാനും കയറുള്ളൂ എന്ന് പറഞ്ഞിട്ട് ആ മുങ്ങിക്കപ്പലിന്റെ ഉള്ളിലേക്ക് അവൻ ഇറങ്ങി നിൽക്കുകയാണ്. ഇപ്പൊ വിക്ടറിന്റെ പകരമായിട്ട് മറ്റൊരാളെ കയറ്റിക്കൊണ്ട് ഈ ചെറിയ കപ്പൽ ഇവിടുന്ന് പതിയെ പോകാൻ നിൽക്കുകയാണ്. ഇതേ സമയത്ത് തന്നെ നിക്കോള ചെറിയൊരു ട്രാക്കർ ഈ ഒരു കപ്പലിന്റെ മേലെ വെക്കുന്നുണ്ട് കേട്ടോ. അതായത് ഇവർ ആദ്യത്തെ ട്രിപ്പ് പോയിട്ട് തിരിച്ചു വരുന്ന സമയത്ത് കറക്റ്റ് ആയിട്ട് ഇങ്ങോട്ടേക്ക് വരാൻ തന്നെ, എന്നാൽ ആ ട്രാക്കറിൽ നിന്നും ചെറിയൊരു ശബ്ദമൊക്കെ വരുന്നുണ്ട്. അപ്പൊ നിക്കോളയുടെ കൂടെ ഉണ്ടായിരുന്ന ആള് പറയണ അല്ല, ഇതുപോലെയുള്ള ഡിവൈസ് ഒന്നും ഉപയോഗിക്കരുത് എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്, അത് ഓഫ് ചെയ്തേക്കെന്ന് പറയാണ്. നിക്കോള ഇപ്പോ അത് ഓഫ് ചെയ്യാണ്. എന്നാൽ അപ്പോഴേക്കും അതിന്റെ ആ ഒരു ശബ്ദം ആ ജീവി കേട്ട് കഴിഞ്ഞിരുന്നു. അത് പതിയെ പതിയെ ഇങ്ങോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതേ നേരം മുങ്ങിക്കിടക്കുന്ന ആ ഒരു കപ്പലുണ്ടല്ലോ, അതിന്റെ ഉൾഭാഗത്ത് കാണിക്കുകയാണ് വിക്ടർ വെറോണിൻ അതുപോലെ തന്നെ അവന്റെ ചേട്ടനായിട്ടുള്ള അലക്സാണ്ടർ. രണ്ടുപേരും അതിന്റെ ഉള്ളിൽ തന്നെ ഉണ്ട്. ഇപ്പൊ അലക്സാണ്ടർ വിക്ടറിന്റെ കയ്യിൽ കണ്ട ആ ഒരു വാച്ച് കണ്ട് ഇത് അച്ഛന്റെ വാച്ചല്ലേ, അത് എനിക്ക് തന്നതാണല്ലോ, നീ എന്തിനാ അത് കെട്ടിയെന്ന് ചോദിക്കുമ്പോൾ അത് തരുന്ന ആള് കെട്ടണം, കെട്ടാതെ നടന്നാല് ഇതുപോലെ വേറെ ആൾക്കാർ ഉപയോഗിക്കും. രണ്ടുപേരും ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും തമാശ പറഞ്ഞാണ് കേട്ടോ. എന്തായാലും അലക്സാണ്ടർ ഇപ്പോൾ വിക്ടറിനോട് പറയണേ, വിക്ടറെ വേറൊരു കാര്യമുണ്ട്. അതായത് എന്തായാലും ഈ ഒരു കപ്പൽ നമുക്ക് മുകളിലേക്ക് കൊണ്ടുപോകാൻ കഴിയില്ല. അതുപോലെ നമ്മൾ കൊണ്ടുവന്ന വളരെ രഹസ്യമായിട്ടുള്ള ഒരു വെപ്പൺ ഉണ്ട് ഇതിന്റെ ഉള്ളിൽ. അതെന്തായാലും ഇവിടെ ഇങ്ങനെ വിട്ടിട്ട് പോകാൻ കഴിയില്ല. അതിനെ പൂർണ്ണമായിട്ട് നശിപ്പിച്ചു കളയണം. നമുക്ക് വേണമെങ്കിൽ അതിലൊരു ടൈമർ സെറ്റ് ചെയ്തിട്ട് രക്ഷപ്പെടാൻ നേരത്ത് അത് പൊട്ടുന്ന രീതിയിലാക്കിയാലോ. ഇപ്പൊ വിക്ടർ പറയാണ് തീർച്ചയായിട്ടും. പിന്നീട് അത് രണ്ടുപേരും സെറ്റ് ചെയ്യാനായിട്ട് നേരെ ആ ഒരു വലിയ വെപ്പന്റെ അടുത്തേക്ക് പോകണം. ഇതേ സമയത്ത് തന്നെ ആദ്യ ട്രിപ്പ് മുകളിലേക്ക് പോയല്ലോ. അപ്പൊ അതിന്റെ ഉള്ളിൽ നിന്ന് സേഫ് ആയിട്ട് തന്നെ കപ്പലിലേക്ക്, അതായത് മുകളിലുള്ള മുങ്ങിക്കപ്പലിലേക്ക് ആൾക്കാരെ മാറ്റുന്നുണ്ട്. അവരെല്ലാവരും നന്നായിട്ട് ടയേർഡ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഓരോരുത്തരുടെ ഉള്ളിലേക്ക് ഇറക്കുമ്പോഴും അവർക്ക് ആവശ്യമായിട്ടുള്ള ഫസ്റ്റ് എയ്ഡും ട്രീറ്റ്മെന്റും എല്ലാ കാര്യങ്ങളും എല്ലാവരും ചെയ്തു കൊടുക്കുകയാണ്. കൂട്ടത്തിൽ മുന്നിൽ നിന്നുകൊണ്ട് തന്നെ ടാറ്റിയാനിയും എല്ലാ കാര്യം ചെയ്തു കൊടുക്കുകയാണ്. എന്നാൽ ആദ്യത്തെ ട്രിപ്പ് വന്ന സമയത്ത് അതിനുള്ളിൽ വിക്ടർ ഇല്ല എന്ന് പറഞ്ഞ സമയത്ത് അവൾക്ക് എന്തോ ഒരു വിഷമം പോലെ. അതുപോലെ ഇവിടെ വേറൊരു പ്രശ്നമുണ്ട്. ആദ്യത്തെ ട്രിപ്പിൽ താഴേക്ക് പോകുന്ന സമയത്ത് നിക്കോള അവന്റെ കൂടെ വിക്ടർ ഉണ്ടായിരുന്നു. ആ ഒരു ധൈര്യത്തിൽ അവൻ താഴേക്ക് പോയത്. പക്ഷെ ഇപ്പോ വിക്ടർ ഇല്ലല്ലോ. അപ്പൊ എന്താ ചെയ്യാ, ആരെങ്കിലും ഒരാൾ കൂടെ വേണം, നന്നായിട്ട് ഡ്രൈവ് ചെയ്യാൻ അറിയുന്ന ഒരാൾ വേണം. എന്നാൽ നേരത്തെ ആ പരിക്ക് പറ്റിയ ആൾക്ക് ഇപ്പോഴും ബോധം വന്നിട്ടില്ല. മറ്റൊരാൾക്കിട്ട് ഡ്രൈവ് ചെയ്യാൻ അറിയൂല. ഈ സമയത്താണ് ടാറ്റിയാന പറയുന്നത് അവളുടെ കൂടെയുള്ള ആ ഒരു സയന്റിസ്റ്റ് ഉണ്ടല്ലോ കെംഫോ, അവൻ കുറച്ചധികം വർഷങ്ങൾ ഇതുപോലെ മുങ്ങിക്കപ്പലിൽ ജോലി ചെയ്തിട്ടുള്ള ആളാണ്. ഇതുപോലെയുള്ള കുഞ്ഞു കപ്പലുകൾ അവന് നന്നായിട്ട് കൺട്രോൾ ചെയ്യാൻ അറിയാം, അവന് നിങ്ങളുടെ കൂടെ വരുന്നു പറയാണ്. എന്നാൽ നമ്മുടെ നിക്കോളായിക്ക് അത് അത്ര വിശ്വാസം പോരായിരുന്നു. അതുകൊണ്ട് നിക്കോളായി പറയാണ് ആദ്യം നീ ഇതൊക്കെ ഒന്ന് വർക്ക് ചെയ്ത് കാണിക്കുക, എന്നിട്ട് നിന്നെ ഞങ്ങൾ കൊണ്ടുപോയിക്കൊള്ളാം എന്ന് പറയാണ്. ഇപ്പൊ കെംഫോ അതിലേക്ക് കയറുകയാണ്. പിന്നീട് ഓരോ കാര്യങ്ങളും നല്ല വെടിപ്പായിട്ട് തന്നെ ചെയ്യാണ്. അപ്പൊ അവർക്ക് മനസ്സിലായി കെംഫോയ്ക്ക് നന്നായിട്ട് തന്നെ പണി അറിയാന്ന്. അങ്ങനെ അവനുള്ള ആ ഒരു ധൈര്യത്തിൽ വീണ്ടും ഈ ചെറിയ കുഞ്ഞി കപ്പൽ താഴേക്ക് പോവുകയാണ്. ആ സമയത്താണ് ഈ കപ്പലിൽ ഉണ്ടായിരുന്ന ടെക്നീഷ്യന്മാര് മറ്റൊരു കാര്യം കണ്ടുപിടിച്ചത്. താഴെ മുങ്ങിക്കിടക്കുന്ന ആ ഒരു കപ്പലിന്റെ അടുത്തേക്ക് ആ വലിയ സാധനം വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അത് അങ്ങോട്ടേക്ക് പോകുന്ന വഴിയിൽ തന്നെയാണ് ഇവരുടെ ഒരു കപ്പലുള്ളത്. അതായത് ഇവരെ താണ്ടി വേണം ആ ഒരു വലിയ ജീവിക്ക് താഴേക്ക് പോകാനായിട്ട്. ഇത് മനസ്സിലാക്കിയപ്പോ ഈ കപ്പലുണ്ടായിരുന്ന എല്ലാവരും ആകെ ഭയന്ന് വിറച്ചു പോകണം. അവരിപ്പോ എന്താ ചെയ്തതെന്ന് അറിയോ, പതിയെ അവരുടെ ആ ഒരു കപ്പല് അത്യാവശ്യം കുഴപ്പമില്ലാത്ത കടലിന്റെ വലിയ ആഴില്ലാത്തൊരു ഭാഗത്ത് കൊണ്ടുപോയിട്ട് പതിയെ കപ്പലിനെ ലാൻഡ് ചെയ്യാണ്. എന്നിട്ട് എല്ലാ മെഷീൻസും ഓഫ് ചെയ്യുന്നുണ്ട്. ഒരു ശബ്ദം പോലും ഉണ്ടാക്കാതെ എല്ലാവരും വളരെ സൈലന്റ് ആയിട്ട് മരണഭയത്തോട് കൂടിയിട്ട് മിണ്ടാതിരിക്കുകയാണ്. ഇതേ നേരം തന്നെ അവരുടെ മുകളിലൂടെ ആ ഒരു വലിയ ജീവി, അതൊരു നീരാളിയാണ് കേട്ടോ, ആ നീരാളി പോകുന്ന നേരത്ത് അതിന്റെ ഭീമാകാരമായിട്ടുള്ള ആ ഒരു ശരീരത്തിൽ തട്ടി വലിയൊരു കല്ല് താഴേക്ക് വീഴാണ്. ആ കല്ല് വന്ന് തട്ടുന്നത് ഇവരുടെ ഒരു ഷിപ്പ് ഉണ്ടല്ലോ ഇതിന് മുകളിലാണ്. അപ്പോ ഇരുമ്പിൽ കല്ല് തട്ടിയാണ്ടാകുന്ന ആ ഒരു ശബ്ദം ഉണ്ടല്ലോ ടങ് എന്നിട്ടുള്ളത്, ആ ശബ്ദം ഈ നീരാളി കേൾക്കുകയാണ്. അത് കേട്ട പാട് തന്നെ ഇവരുടെ ഷിപ്പിന്റെ നേരെയായി ആ നീരാളിയുടെ ശ്രദ്ധ. ഇതേ സമയം തന്നെ താഴേക്ക് പോയിട്ട് മുങ്ങിക്കിടക്കുന്ന ആ ഒരു കപ്പലിലേക്ക് ഡോക്ക് ചെയ്യാനായിട്ട്, അതായത് അതിന്റെ ആ ഒരു കറക്റ്റ് സ്ഥലത്തേക്ക് കണക്ട് ചെയ്യാനായിട്ട് നിക്കോളെ വളരെ സൂക്ഷ്മമായിട്ട് തന്നെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിൽ അവൻ അവിടെ ഇട്ടിട്ടുണ്ടായിരുന്ന ആ ഒരു ട്രാക്കർ ഉണ്ടല്ലോ അത് ഓഫ് ആക്കിയായിരുന്നല്ലോ, അതറിയാതെ ഓണായി പോവാണ്. അതിന്റെ ആ ഒരു ശബ്ദം പുറത്തേക്ക് വന്ന പാട് തന്നെ ചെറിയൊരു ശബ്ദമാണ്, അത് ഭയങ്കരമായിട്ട് തന്നെ ആ ഒരു ജീവിക്ക് മനസ്സിലാക്കാൻ കഴിയും. അത് മനസ്സിലാക്കിയ ഉടനെ തന്നെ നേരെ അത് താഴേക്ക് പോവാണ്. നീരാളി താഴേക്ക് പോയി കഴിഞ്ഞു എന്ന് ഉറപ്പായപ്പോൾ അവർ ലാൻഡ് ചെയ്ത ആ ഒരു ഷിപ്പ് പതിയെ പതിയെ മുകളിലേക്ക് കൊണ്ടുപോവാണ്. കാരണം അവർ വന്നു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് തന്നെ ഇവിടുന്ന് രക്ഷപ്പെട്ടു പോകാനായിട്ട്. ഇതേ നേരം തന്നെ കപ്പലിന്റെ ഉള്ളിലേക്ക് നോക്കുകയാണെങ്കിൽ നിക്കോളെ കറക്റ്റ് ആയിട്ട് തന്നെ ആ ചെറിയ കപ്പല് മുങ്ങിക്കിടക്കുന്ന കപ്പലുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. അതിലുള്ള ഓരോ ആൾക്കാരും മുകളിലേക്ക് കയറി വന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി 2 ആൾക്കാരും കൂടെ കയറിയാൽ മതി, വിക്ടറും അതുപോലെ തന്നെ അലക്സാണ്ടറും. അവർ രണ്ടുപേരും ഇതിന്റെ ഉള്ളിലുണ്ടായിരുന്ന ആ
മോഡേൺ ആയിട്ടുള്ള ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള ആ ഒരു വെപ്പൺ അത് നശിപ്പിക്കാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുക. എന്നാൽ ഇപ്പോൾ അലക്സാണ്ടറിന്റെ കൈക്ക് നല്ല പരിക്കുണ്ടായതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക ഭാഗത്തേക്ക് എത്തിയ സമയത്ത് അതിലൂടെ അവന് പോകാൻ കഴിയുന്നില്ല. അതുകൊണ്ട് വിക്ടർ ആണ് അതിന്റെ ഉള്ളിലേക്ക് പോകുന്നത്. ഇപ്പൊ ആ ഒരു വലിയ വെപ്പണുള്ള അറയിലേക്ക് അവൻ എത്തിയിട്ടുണ്ട് കേട്ടോ. വിചാരിച്ചതിനേക്കാൾ ഭയാനകരമായിരുന്നു ആ ഒരു വെപ്പൺ. ഇതുപോലൊരു ആയുധം ഇന്നേ വരെ ലോകത്തിൽ മറ്റാരും നിർമ്മിച്ചിട്ടില്ല. ഹൈ എനർജി, ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള ലൈറ്റ് പുറപ്പെടുവിക്കുന്ന ഒരു പ്രത്യേകതരം ഒരു മെഷീനായിരുന്നു അത്. അതുപയോഗിച്ച് എന്തിനെ വേണമെങ്കിലും കരിച്ചു കളയാൻ പറ്റും. വേണമെങ്കിൽ ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള ഒരു ലേസർ വെപ്പൺ എന്ന് വേണമെങ്കിൽ അതിന് പറയാട്ടോ. എന്തായാലും അതിന്റെ ഉൾഭാഗത്ത് നിന്നുകൊണ്ട് വിക്ടറും അതുപോലെ തന്നെ അതിന്റെ പുറംഭാഗത്ത് നിന്നുകൊണ്ട് അലക്സാണ്ടറും ആണ് ഇത് സ്വയം നശിക്കാനുള്ള, അതായത് സെൽഫ് ഡിസ്ട്രക്റ്റീവ് മോഡിലേക്ക് മാറ്റാൻ വേണ്ടി പോകുന്നത്. എന്നാൽ അതിനായിട്ട് ഈ ഒരു മെഷീൻ ഓൺ ആക്കണം. ഓൺ ആക്കണമെങ്കിൽ കുറച്ചു നേരം ഇവർ വെയിറ്റ് ചെയ്യണം. കാരണം അതങ്ങനെ വർക്ക് ചെയ്ത് ഒന്ന് ചൂടായിട്ട് വരാനുണ്ട്. ആ സമയം ഇവർ അത്രയും നേരം വെയിറ്റ് ചെയ്യണം. എന്നാൽ അപ്പോഴേക്കും ആ ഒരു രാക്ഷസ നീരാളി അങ്ങോട്ടേക്ക് വന്നിട്ട് ഇവരുടെ ആ ഒരു ഷിപ്പിനെ പൊതിയാണ് കേട്ടോ. ഒരു രക്ഷയില്ല. എത്രയും പെട്ടെന്ന് തന്നെ ആ ഒരു മെഷീൻ സെൽഫ് ഡിസ്ട്രക്റ്റീവ് ആയിട്ട് ഓൺ ആക്കിയിട്ട് ഇവിടുന്ന് രക്ഷപ്പെട്ടില്ലെങ്കിൽ ഇവരുടെ കാര്യത്തിൽ തീരുമാനമാവും. അപ്പൊ അലക്സാണ്ടർ പറയുന്നുണ്ട്, വിക്ടർ ഒരു കാര്യം ചെയ്യും, നീ രക്ഷപ്പെട്ടോ, ഞാൻ ഇത് ചെയ്തോളാന്ന്. അപ്പൊ വിക്ടർ പറയാണ്, ഞാൻ പോവുകയാണെങ്കിൽ നിന്നെയും കൊണ്ടേ ഇവിടുന്ന് പോവുകയുള്ളൂ. എന്നാൽ ഇതേ നേരം തന്നെ നീരാളി ആ ഒരു ഷിപ്പിനെ പൂർണ്ണമായിട്ട് പൊതിഞ്ഞെടുത്ത് അതിന്റെ ഒരു കൈ കൊണ്ട് ഷിപ്പിന്റെ ബേക്ക് ഭാഗം ഉണ്ടല്ലോ അതിങ്ങനെ പിഴുതെടുത്ത് ഒരേറ്റ ഇറങ്ങി കൊടുക്കുകയാണ്. എന്നാൽ എന്തോ ഭാഗത്തിന് ഇവരുള്ളത് അതിന്റെ നടുഭാഗത്താണ്. അതുപോലെ തന്നെ ആ ഒരു ചെറിയ കപ്പൽ കണക്ട് ചെയ്തിട്ടുള്ളത് ഷിപ്പിന്റെ മുൻഭാഗത്തുമാണ്. ഇതേ നേരം തന്നെ നീരാളി ആ ഒരു ഷിപ്പിനെ പൊതിഞ്ഞെടുത്തുകൊണ്ട് അതിന്റെ വായിലേക്ക് ഇടാൻ വേണ്ടി പോവാണ്. ഇതേ സമയത്ത് ഉള്ളിലുണ്ടായിരുന്ന ആ ഒരു ലേസർ വെപ്പൺ ഉണ്ടല്ലോ അത് ആക്റ്റീവ് ആയിട്ടുണ്ട്. പിന്നെ വിക്ടറും അലക്സാണ്ടറും ഒന്നും നോക്കിയില്ല, അതങ്ങോട്ട് ഓൺ ആക്കി കൊടുക്കുകയാണ്. ഇതേ നേരം തന്നെ ആ ഒരു ജീവി അത് വിഴുങ്ങാൻ നിൽക്കുകയായിരുന്നല്ലോ, അതിന്റെ അണ്ണാക്കിലൂടെ ഈ ഒരു ലേസർ ബീം അങ്ങ് കടന്നു പോവാണ്. മാത്രമല്ല അതിന്റെ ആ ഒരു ലൈറ്റിന്റെ ആ ഒരു പവർ അങ്ങ് മുകളിലേക്ക് വരെ എത്തുന്നുണ്ട് കേട്ടോ. അതായത് ഏതൊരു മലയും വേണമെങ്കിൽ തുരന്നു പോകാൻ അത്രയും പവർ ആ ഒരു ലൈറ്റിനുണ്ട്. ഇപ്പൊ എന്താ സംഭവിച്ചത്, ആ ലൈറ്റ് അല്ലെങ്കിൽ ആ ഒരു പവർഫുൾ ആയിട്ടുള്ള ബീം പുറത്തേക്ക് വന്നപ്പോൾ ആ ഒരു ജീവിയുടെ ഉള്ളിലൂടെ അതങ്ങോട്ട് കടന്നു പോവാണ്. അതിന്റെ ശരീരത്തിന്റെ ഓരോ ഭാഗവും കിടന്ന് ഉരുകാൻ തുടങ്ങുകയാണ് കേട്ടോ. അങ്ങനെ അതവിടെ ചത്ത് മലയ്ക്കുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ കപ്പലിന്റെ ഉള്ളിലുള്ള ഇവർക്ക് യാതൊന്നും സംഭവിക്കുന്നില്ല. കാരണം ആ മെഷീൻ അങ്ങനെയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. പിന്നീട് ഇതിനുശേഷം അവർ എന്ത് ചെയ്തു, ആ ഒരു മെഷീനെ സെൽഫ് ഡിസ്ട്രക്റ്റീവ് മോഡിലേക്ക് മാറ്റുകയാണ്. അതായത് ഇനി 5 മിനിറ്റിനുള്ളിൽ അത് പൊട്ടിത്തെറിക്കും. ഇതിനുള്ളിൽ എങ്ങനെയെങ്കിലും ആ ഒരു ചെറിയ കപ്പലിലേക്ക് പോയിട്ട്, അതായത് ഇവരെ കൂട്ടാൻ വന്ന ആ ഒരു കുഞ്ഞു കപ്പലിലേക്ക് പോയിട്ട് മുകളിലേക്ക് പോയിരിക്കണം. വേഗം തന്നെ അങ്ങോട്ടേക്ക് പോകാൻ നിൽക്കുന്ന സമയത്താണ് മറ്റൊരു അപകടം സംഭവിക്കുന്നത്. ഇത്രയും വലിയൊരു ജീവി അവിടെ ചത്ത് മലച്ച് വീണയല്ലേ. അതിന്റെ ആ ഒരു ആഘാതം കാരണം ഇവരുടെ ഒരു മുങ്ങിക്കപ്പലുണ്ടല്ലോ ഒരു ഭാഗത്ത് അങ്ങനെ തങ്ങി നിൽക്കുകയായിരുന്നു. അത് വീണ്ടും കടലിന്റെ ആഴങ്ങളിലേക്ക് അങ്ങനെ പോവാണ്. അതുകൊണ്ട് തന്നെ വിക്ടറിനും അലക്സാണ്ടറിനും അത്ര എളുപ്പത്തിൽ അതിന്റെ മുൻഭാഗത്തേക്ക് പോകാൻ കഴിയുന്നില്ല. രണ്ടുപേരും 2 ഭാഗത്തേക്കായിട്ട് വീണ് പോവാണ്. ഇനിയിപ്പോ ബാക്കിയുള്ളത് 3 മിനിറ്റ് ആണ്. അതിനുള്ളിൽ ആ ഒരു എന്താ പറയാ വെപ്പൺ പൊട്ടിത്തെറിക്കും ഇപ്പോ. എന്നാൽ എങ്ങനെയൊക്കെയോ ആ ഒരു വെള്ളത്തിനിടയിൽ നിന്ന് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ട് കാണുകയാണ്. അതായത് അലക്സാണ്ടർ അവന്റെ കൈ പൊന്തിച്ച് കാണിക്കുന്നുണ്ട്. പിന്നീട് വിക്ടർ വന്നിട്ട് അവനെ വലിച്ചെടുത്തുകൊണ്ട് മുകളിലേക്ക് പോവാണ്. ഇനിയിപ്പോ ആ ഒരു മെഷീൻ സ്വയം പൊട്ടിത്തെറിക്കാനായിട്ട് 2 നിമിഷം മാത്രമേ ബാക്കിയുള്ളൂ. ഇപ്പൊ വേഗം തന്നെ വിക്ടറും അലക്സാണ്ടറും കൂടെ രണ്ടുപേരും കൂടിയിട്ട് ആ ഒരു കുഞ്ഞു കപ്പലിന്റെ ഉള്ളിലേക്ക് കയറി വേഗം തന്നെ അതിന്റെ ആ ഒരു ഡോറ് ക്ലോസ് ചെയ്ത് ഒന്നും നോക്കിയില്ല, പെട്ടെന്ന് തന്നെ ആ ഒരു കുഞ്ഞു കപ്പലിന്റെ മുകളിലേക്ക് കൊണ്ടുപോവാണ്. എന്നാൽ അല്പനേരത്തിനുള്ളിൽ ആ ഒരു വലിയ മെഷീൻ ഉണ്ടല്ലോ അതങ്ങോട്ട് പൊട്ടുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കരമായ ഒരു ബ്ലാസ്റ്റ് തന്നെ. അതിന്റെ ആ ഒരു ഷോക്ക് വേവ് കാരണം ഇവരുടെ ആ ഒരു കുഞ്ഞു കപ്പലുണ്ടല്ലോ ഇത് കിടന്ന് കറങ്ങുകയാണ്. അതുപോലെ അപ്പുണ്ടായിരുന്ന ആ ഒരു ഫോഴ്സിൽ കപ്പൽ കുറച്ചുകൂടെ വേഗത്തിൽ മുകളിലേക്ക് തിരിച്ചു പോകുന്നുണ്ട് കേട്ടോ. ഇതേ നേരം തന്നെ കടലിന്റെ മുകൾ ഭാഗത്ത് കാണിക്കുകയാണ്. ഇവര് വന്ന ആ വലിയ മുങ്ങിക്കപ്പല് കടലിന്റെ മുകൾ ഭാഗത്തേക്ക് പൊന്തി വന്നിട്ടുണ്ട്. എല്ലാവരും പുറത്തേക്ക് ഇറങ്ങിയിട്ട് കടലിന്റെ എല്ലാ ഭാഗത്തും, അതായത് മുകൾ ഭാഗത്തും നോക്കുകയാണ് അവരിനി എങ്ങാനും പുറത്തേക്ക് പൊന്തി വന്നിട്ടുണ്ടോ എന്ന്. എന്നാൽ അവരെ കാണുന്നില്ല കേട്ടോ. നമ്മുടെ ടാറ്റിയാൻ ആകെ വിഷമത്തിലാണ്. അതായത് വിക്ടറിനോട് എന്തോ ഒരു ഇഷ്ടം അവൾക്ക് ഉണ്ടല്ലോ, അവള് പിന്നെ നിർത്താണ്ട് തെരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നോക്കുന്ന സമയത്ത് കടലിന്റെ ഒരു ഭാഗത്തായിട്ട് ഒരു പത പോലെ എന്തോന്ന് കാണുന്നു. സൂക്ഷ്മമായിട്ട് നോക്കിയപ്പോൾ അത് അവരായിരുന്നു. പിന്നീട് അവരുടെ അരികിലേക്ക് ഇവർ കപ്പലുമായിട്ട് പോവാണ്. അവര് പിന്നീട് ഇതിലേക്ക് കയറ്റുന്നുണ്ട് കേട്ടോ. ഇപ്പോ വിക്ടറിനെ കണ്ടപാട് തന്നെ ടാറ്റിയാൻ ഓടിപ്പോയിട്ട് അവനെ കെട്ടിപ്പിടിക്കുകയാണ്. അതായത് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും എന്തൊക്കെയോ കാരണത്താൽ ഒരുപാട് പ്രണയിച്ചു പോയി എന്ന് പറയാം. അവസാനം ഇവരിങ്ങോട്ടേക്ക് വന്ന ആ ഒരു ദൗത്യം കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. അതായത് ആ കപ്പലിൽ പെട്ടുകിടക്കുന്ന ആൾക്കാരെ രക്ഷപ്പെടുത്തുകയും വേണം, അതുപോലെ തന്നെ ആ വലിയ പവർഫുൾ ആയിട്ടുള്ള മെഷീനെ നശിപ്പിക്കുകയും വേണം. കാരണം ആ ടെക്നോളജി ഒന്നും ആർക്കും കിട്ടാൻ പാടില്ല. ഓരോ രാജ്യത്തിനും ഓരോ രഹസ്യങ്ങൾ ഉണ്ടാവുമല്ലോ. എന്തായാലും വന്ന ദൗത്യം വിജയകരമായിട്ട് പൂർത്തിയാക്കി ഇവർ ഇവിടുന്ന് പോവാണ്. അതുപോലെ തന്നെ വിക്ടറിന് അവന്റെ ചേട്ടനെ രക്ഷപ്പെടുത്താൻ പറ്റി ആ സന്തോഷം അവനുണ്ട്. ഈ വിവരം നാട്ടിലേക്ക് അറിയിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇവരുടെ വരവിനായിട്ട് ആ നാട്ടിലുള്ള എല്ലാവരും അതുപോലെ തന്നെ അവിടുത്തെ ഗവൺമെന്റും കാത്തിരിക്കുകയാണ്. ഇതുപോലെ നല്ലൊരു ക്ലൈമാക്സ് കാണിച്ചുകൊണ്ട് സിനിമ ഇവിടെ തീരുകയാണ്. അപ്പൊ ഈ ഒരു കഥ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അപ്പൊ അടുത്ത കഥയിൽ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.